All right, so good afternoon. Hey, there's no energy in this floor here. Come on, good afternoon. I know everything was technical presentations. I'm not a technical guy. I don't understand any technology and rocket science also. Thank you, Viju, for inviting me to BAI and the state conference. I'm honored to be here, and some of the faces are very familiar. Some of my friends are here. So thank you so much for this opportunity. I've done some sessions long back for BAI, and your state chairman was sitting here, and I was wrongly pronouncing all these years as Bai, and he told me, Bai എന്ന് വിളിച്ച ബംഗാളിനെ ഓർമ്മ വരും അതുകൊണ്ട് BAI ആക്കിയിട്ടുണ്ടെന്ന്. So thank you for correcting me that. So before I start my session, I know it's an afternoon. I don't know why Viju selected me for the afternoon. ഈ ഉച്ച കഴിഞ്ഞാൽ ഇത്തിരി ഉറക്കം വരുന്ന സമയമാണ്. ആ കറക്റ്റ് സമയത്ത് തന്നെ എന്നെ വിളിച്ച് സ്റ്റേജിൽ ഓർക്കം മാറ്റാനാണ് കയറിയത്. സോ ബിഫോർ ഐ സ്റ്റാർട്ട് മൈ സെഷൻ, ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, ഐ തിങ്ക് തേർഡ് ജനറേഷൻ ബിസിനസ്സുകാരൊക്കെ ഉണ്ട്. സോ ഐ എം നോട്ട് ഹിയർ ടു ടീച്ച് യു എനിത്തിങ്, ഐ എം നോട്ട് ഹിയർ ടു സേ എനി റോക്കറ്റ് സയൻസ്. ചെറിയ മാറ്റങ്ങൾ, ആകെ കുറച്ച് സമയമുള്ളൂ. സോ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ എന്ത് വരുത്താം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഐ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എ വേർഡ് കോൾ ചേഞ്ച്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലെങ്കിൽ ഏറ്റവും അധികം കേട്ടിട്ടുള്ളൊരു വാക്കാണ്. സമൂഹത്തിൽ ഇന്ന് ബിസിനസ്സിൽ എല്ലാവർക്കും വേണ്ടത് ചേഞ്ച് ആണ്. ആൻഡ് ഐ ഓൾവേസ് ബിലീവ്, ക്യാൻ വി ഇന്ററാക്ട് ത്രൂ ദ സെഷൻ? ഇസ് ഇറ്റ് ഓക്കെ? ഐ ബിലീവ് ദാറ്റ്സ് ബെറ്റർ, റൈറ്റ്? ഈ മൊണോട്ടോണസ് ആയിട്ട് വൺ വേ ആയിട്ടിരുന്ന ബോറടിക്കും, എനിക്കും അടിക്കും, നിങ്ങൾക്ക് അടിക്കും. അപ്പോൾ നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്യാം. ഇസ് ഇറ്റ് ഓക്കെ? അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഈ പാർലമെന്റിൽ ബില്ല് പാസ്സാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ടേബിളിലൊന്ന് അടിക്കുക, ഒരു സാമ്പിൾ ഒന്ന് കാണിച്ച്. അതിനർത്ഥം നിങ്ങൾ എന്നെ അംഗീകരിച്ചു എന്നല്ല, യു അക്നോളജ് ഇട്ടെന്നാണ്. സോ ദാറ്റ് ഐ വിൽ ഓൾസോ നോ യു നോട്ട് സ്ലീപ്പിംഗ്. പക്ഷേ ഈ ചേഞ്ചിൽ 2020 വന്ന ചേഞ്ച് ഓർമ്മയുണ്ടോ? അയ്യോ, അങ്ങനെ മറക്കാൻ പറ്റുമോ? ഓ, കോവിഡ്, റൈറ്റ്. ആ മാർച്ച് അവസാനം TV വെച്ചവർ ആരെങ്കിലും കൊണ്ട് ഒരു വിളി വന്നില്ലേ, മേരെ പ്യാരെ ദേശവാസിയോ, ആ ജീവിതം മാറി. ഇറ്റ് വാസ് സോ സഡൻ, റൈറ്റ്? നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു കുഞ്ഞൻ വൈറസ് വുഹാനിൽ നിന്ന് സുനാമി അടിച്ച പോലെ പരക്കുന്നു. അവിടെയാണ് ജീവിതത്തിൽ ആദ്യമായി നമ്മളൊരു വാക്ക് പോലും പഠിക്കുന്നത്, ലോക്ക്ഡൗൺ. ഇതിനു മുമ്പ് ആരെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നു ഈ വാക്ക്? ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്തായാലും. യു റിമെമ്പർ ദ 21 days നമ്മൾ എന്താ ചെയ്ത്? നമ്മൾ ചില ആൾക്കാർ പാട്ടുപാടി നോക്കി വിജു, ഗോ കൊറോണ ഗോ, ഗോ കൊറോണ ഗോ. മറ്റേ പ്ലേറ്റിൽ ഒരു ദീപമൊക്കെ തെളിയിച്ച് നോക്കിയല്ലേ, എന്നിട്ട് രക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മനസ്സിലായി ഇതൊരു സാമ്പിൾ വെട്ടിക്കിട്ടാണ്, പുറകെ വരുന്നുണ്ട് ഡെൽറ്റ, ഒമിക്രോൺ, റൈറ്റ്? സത്യത്തിൽ ഞാൻ ഈ പേപ്പറൊന്നും വായിക്കാറില്ല. എൻ്റെ ഈഗിൾ കോച്ചിങ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം. അന്നത്തെ കാലത്തൊരു പത്രക്കുറിപ്പ് ട്രോളായിട്ട് നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ പത്രക്കുറിപ്പ് ഇതായിരുന്നു, വൈറസുകൾ ഇനിയും വരാനിരിക്കുന്നു. അപ്പോൾ അതിനടിയിൽ ഒരുത്തനൊരു ഡയലോഗ് എഴുതിയിരിക്കുക, ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പാടാന്ന്. ഇതെല്ലാം കൂടെ നമ്മുടെ നെഞ്ചത്തോട്ട് കയറി വന്നേ. സത്യത്തിൽ ഈ ക്രിസ്ത്യൻസിനോട് ചോദിച്ചാൽ BC എന്ന് പറഞ്ഞത് ബിഫോർ ക്രൈസ്റ്റ് ആയിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ബിസിനസ്സിൽ ഇപ്പോൾ BC ബിഫോർ കൊറോണ വൈറസായി. 2 ലോകമായി. ഇനി പുതിയൊരു ലോകമുണ്ട് ആഫ്റ്റർ കൊറോണ. ഈ പുതിയ ലോകത്ത് 2024 ബിസിനസ്സിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ ഇന്ന് ഞാൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഐ നോ ഇറ്റ്, ഐ എം ഡൂയിങ് ഇറ്റ്. ഗിവ് എ പാറ്റ് ഓൺ യുവർ ഷോൾഡർ. ആൻഡ് ദർ ആർ സർട്ടൻ തിങ്സ് ഐ നോ ബട്ട് ഐ എം നോട്ട് ഡൂയിങ് ഇറ്റ്. എനിക്കറിയാം ഞാൻ ചെയ്യുന്നില്ല, എങ്കിൽ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇത് ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ചിന്തിച്ചില്ല. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നും ഞാൻ പറയില്ല. ഇസ് ഇറ്റ് ഓക്കെ? ഒരു റെസ്പോൺസ് ഒന്നുമില്ല. ഓക്കെ, ഗുഡ്. ഓൾറൈറ്റ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു ഓൾ ദ വണ്ടർഫുൾ entrepreneurs here is, are you managing your business or leading your business? Tricky question. Are you managing your business or leading your business? What do you think? Is there any difference? ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? നോർമലല്ലേ? ടിപ്പിക്കലി നമ്മുടെ നാട്ടിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു വാഹനം കാണിച്ചു തരട്ടെ. ടിപ്പിക്കലി പ്രൈവറ്റ് ബസ്. ഈ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ലെഫ്റ്റിൽ കൂടി കുത്തി കയറ്റിയിട്ട് ടെൻഷൻ അടിച്ചവർ ആരൊക്കെയുണ്ടതിലൊന്ന് കൈവക്കി. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഐ ഹേറ്റ് ദം. എവിടെയെങ്കിലും ഉരയ്ക്കുന്നുള്ള ടെൻഷനിലാണ് ഞാനും ഒക്കെ ജീവിക്കുന്നത്. ഈ ഡ്രൈവർമാരെ കുറിച്ച് നിങ്ങൾക്ക് പൊതുവെ അഭിപ്രായം എന്താ? വി ഹേറ്റ് ദം. ആക്ച്വലി വി ഹേറ്റ് ദം, റൈറ്റ്? അവരൊരു ഇടിച്ചാൽ എന്ത് ചെയ്യുമെന്നറിയോ? വണ്ടി ഇറങ്ങി ഓടിക്കളയും. ആരെങ്കിലും കൊന്നാലും ഇറങ്ങി ഓടിക്കളയും. ബട്ട് ഐ ഹാവ് ടു ആസ്ക് യു, ഹൗ അബൌട്ട് ദിസ് വെഹിക്കിൾ? ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്, റൈറ്റ്? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടിപ്പിക്കലി ഈ ബിസിനസ് മാനേജ് ചെയ്യാൻ നടക്കുന്നവർക്കൊരു വലിയ പ്രശ്നമുണ്ട്. ആ ഡ്രൈവറിൻ്റെ പോലെയാണ്, അയാൾ ഇറങ്ങി ഓടും, അതിൽ മുഴുവൻ പ്രശ്നങ്ങളാണ്. ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, വാട്ട് അബൌട്ട് എ പൈലറ്റ്? നമ്മൾ ഈ ഫ്ലൈറ്റൊക്കെ കയറാനിരിക്കുമ്പോൾ ആ സ്റ്റൈലായിട്ട് ട്രോളി ആയിട്ട് പോകുമ്പോൾ നമ്മളവിടെ നിന്ന് ഓട്ടമുണ്ട്, മിടുകൻ.
ദിസ് ഇസ് ടിപ്പിക്കലി ലൈക്ക് എ ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജിങ് ആൻഡ് ലീഡിങ് യുവർ ബിസിനസ്. ഇന്ന് നിങ്ങൾ എങ്ങനെയാണ് ഇതുപോലെ നമ്മൾ തന്നെ ഇൻവോൾവ് ആയി നമ്മൾ തന്നെ ചെയ്ത് നമ്മളില്ലെങ്കിൽ ബിസിനസ് ഇല്ല എന്ന രീതിയിലാണോ, അതോ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോയിട്ടുണ്ടോ? ഐ തിങ്ക് ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ബിസിനസ് ടുഡേ. അതിന് എന്താ ചെയ്യുക? ഇഫ് യു ആസ്ക് മീ, ദർ ഇസ് നോ റോക്കറ്റ് സയൻസ് ഇൻ ബിസിനസ്. യുവർ ബിസിനസ് ക്യാൻ ബി സസ്റ്റൈനബിൾ ബിസിനസ്. ഈ സസ്റ്റൈനബിൾ ബിസിനസ് സ്കെയിലബിൾ ആക്കാൻ പറ്റും നമുക്ക്. ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ശരിക്കും ഒന്ന് ആലോചിച്ചാൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബിസിനസ് മാത്രമേ സ്കെയിലബിൾ ആക്കാൻ പറ്റുള്ളൂ. എന്താ ഈ സസ്റ്റൈനബിൾ? ലാഭകരമായി എല്ലാ മാസവും ലാഭമുണ്ട്, കൃത്യമായി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് സ്കെയിലബിലിറ്റി നമുക്കൊന്ന് മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇവിടെയാണ് ഒരു ഡിഫറൻസ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഈ സസ്റ്റൈനബിൾ ബിസിനസ് എന്താണ് നമുക്ക് പ്രോഫിറ്റ്സ് തരുന്നത്? നിങ്ങളുടെ പ്രോഡക്റ്റ് ഓർ സർവീസസ് പ്ലസ് പീപ്പിൾ വിൽ ഗീവ് യു പ്രോഫിറ്റ്സ്. നിങ്ങൾക്ക് കുറച്ച് നല്ല ടീം മെമ്പേഴ്സ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, നല്ല പ്രോഡക്റ്റ് സർവീസും ഉണ്ട്, ദാറ്റ് വിൽ ഗീവ് യു പ്രോഫിറ്റ്സ്. ബട്ട് ഈ സ്കെയിലബിൾ മോഡലിലേക്ക് മാറുമ്പോൾ ദ പ്രോസസ് ഗിവ്സ് യു പ്രോഫിറ്റ്സ്. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയി. മിസ്റ്റർ എക്സ് ഉണ്ടെങ്കിലും മിസ്റ്റർ വൈ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് പ്രോസസ്സാണ് റൺ ചെയ്യുക. ഇതിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? ചില ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്, വെല്ല. പക്ഷെ അവിടെയാണ് ഈ ബിസിനസ്സിൽ 2024 വന്ന മാറ്റങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ആക്ച്വലി പാൻഡമിക്കിന് ശേഷം പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് വെദർ വി നീഡ് ഇൻവെൻഷൻ ഓർ ഇന്നോവേഷൻ ഇൻ ബിസിനസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ് ദർ എ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെൻഷൻ ആൻഡ് ഇന്നോവേഷൻ? ഉണ്ട് അല്ലേ? സെയിം ആണോ? അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ എം സെയിങ് ദിസ് മൈക്ക് ഫോർ ദാറ്റ് മാറ്റർ ഈസ് എൻ ഇൻവെൻഷൻ. ഈ മൈക്ക് ഇല്ലായിരുന്നെങ്കിൽ, പറയുന്ന അവിടെ ബാക്കിൽ കേൾക്കുന്നില്ലെന്ന് എനിക്കറിയാം, ആരോ ചിന്തിച്ചു ഒരു വലിയ സദസ്സിൽ പുറകിലിരിക്കുന്ന ആൾക്ക് കേൾക്കാൻ എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരമായിരുന്നു ഈ മൈക്ക്. പക്ഷെ അതിൽ ഇൻവെൻഷൻ എന്താണ്? ഞാൻ എല്ലാ ദിവസവും ഈ മൈക്ക് പിടിച്ച് സംസാരിക്കുന്ന ആളാണ്. ആക്ച്വലി ദിസ് മൈക്ക്, ടിപ്പിക്കലി ദിസ് മൈക്ക്, ഇഫ് ഐ കീപ് ഇറ്റ് ഓൺ എ ടേബിൾ, ഇത് ഉരുണ്ട് നിലത്ത് വീഴും. ഐ ഹവ് സീൻ സെവറൽ ടൈം. ഇതിലൊരു ചെറിയ ഇന്നോവേഷൻ കൊണ്ടുവന്നാൽ യു ക്യാൻ സീ ദ ഡിഫറൻസ് ദേ. ഒരു ചെറിയ ഇൻവേഷൻ കൊണ്ടുവന്നത് വീഴില്ല എന്ന് പറയുന്ന പോലെ ഇന്ന് ബിസിനസ്സിൽ ഇൻവെൻഷനൊന്നും നടത്തണ്ട, ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഇന്നോവേഷൻ. നിങ്ങൾ വണ്ടി ഓടിച്ച് പോവാണെന്ന് വിചാരിക്കുക, ഈ സീസൺ ആയി കഴിയുമ്പോൾ മൂവാറ്റുപുഴയിലോട്ടൊക്കെ പോകുമ്പോൾ ഇതുപോലെ പൈനാപ്പിൾ കിടക്കുന്നുണ്ടോ റോഡ് സൈഡിൽ? ഹാവ് യു സീൻ? ഇഷ്ടംപോലെ ആൾക്കാർ. നമ്മൾ വെറുതെ നോക്കി വണ്ടി ഓടിച്ചു പോകും. ബട്ട് വാട്ട് ഇഫ് നിങ്ങൾ ആ വണ്ടി ഓടിച്ചു പോകുമ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനെയാണ് കണ്ടതെങ്കിലോ? ഐ ക്യാൻ അഷ്യൂർ യു വിൽ സ്ലോ ഡൗൺ. നിങ്ങളൊരു ഫോട്ടോ എടുക്കാതെ പോവില്ല. അഗ്രി? ആക്ച്വലി ഇത് രണ്ടും ഒരേ പ്രോഡക്റ്റ് തന്നെയായിരുന്നു, പക്ഷേ ഹി കുഡ് അട്രാക്ട് ദ കസ്റ്റമർ എന്നുള്ളതാണ്. അപ്പോൾ ഇൻവെൻഷൻ അല്ല, ഇന്നോവേഷൻ ആണ് വേണ്ടതെങ്കിൽ. I remember when I was very young, I was working as director of a company. I remember I went to Mumbai to attend a conference. ഈ കോൺഫറൻസിൽ ബിൽ ഗേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്തത് വീഡിയോകോൺ എന്ന് പറയുന്ന കമ്പനി ഉണ്ടായിരുന്നു. റിമെമ്പർ? ധൂത്, മിസ്റ്റർ ധൂത് വാസ് എ ചെയർമാൻ ഓഫ് ദാറ്റ്. So he was asking Microsoft chairman, I'm sure you remember there was a time where നമ്മുടെ ഈ സോഫ്റ്റ്വെയർ എല്ലാം പൈറേറ്റഡ് ആയിരുന്നു. അതായത് നമ്മൾ പൈറേറ്റഡ് ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങുക, കമ്പ്യൂട്ടർ മാത്രം വാങ്ങും, ആൻഡ് സോഫ്റ്റ്വെയർ പ്ലെന്റ്ലി അവൈലബിൾ ആസ് പൈറേറ്റഡ്. അത് റോഡിലൊക്കെ വിട്ടിട്ട് ഇങ്ങനെ വിൽക്കുന്ന സ്ഥലമായിരുന്നു. ഐ ബിനു. സോ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഐ സീൻ ആൾക്കാർ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. സോ ദ മാർക്കറ്റ് ഷെയർ ഫോർ മൈക്രോസോഫ്റ്റ് വാസ് വെരി വെരി സ്മോൾ. So he was asking, see Mr. Bill Gates, you're coming almost every alternative months to India, and you look at your market share, it's so small, and why are you giving so much of importance to this Indian market? അദ്ദേഹം പറഞ്ഞ മറുപടി I still like echoing in my head. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, 100 കോടി ജനങ്ങളുള്ള ഈ ഇന്ത്യയിൽ എനിക്ക് 1% മാർക്കറ്റ് ഷെയർ is huge. The moment I increase it from 1 to 5%, I can even cross what I have market share in US. And imagine I scale up to 10%. Imagine I have 50%. I understood that day, 142 കോടി ജനതയുള്ള ഈ നാടല്ലാതെ വേറെ ഒരു നാടുമില്ല സർ നല്ല ബിസിനസ് ചെയ്യാൻ. Will you agree with me today? Yes or no? It's a golden opportunity for us. Last year, I had this privilege to go with a group of entrepreneurs and address several forums in US. I remember 5 of my friends, we went together and we had this conference there in New Jersey. You can see the picture.
the people who are on along with me, they're from that youngsters are from India. They're all entrepreneurs, my friends. They attend my coaching program. The other side, very veteran people from മലയാളികളാണ്. 50 വർഷമൊക്കെ ആയിട്ട് US സിറ്റിസൺ ആയി സെറ്റിൽഡ് ആയതാണ്. ദ കോൺവെർസേഷൻ വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇന്ത്യയാണോ അമേരിക്കയാണോ ബിസിനസ് ചെയ്യാൻ നല്ലത്? സോ ഇറ്റ് വാസ് ടെലികാസ്റ്റഡ് ആക്ച്വലി ഇൻ ദെയർ ചാനൽസ് ആൻഡ് ഓൾ. ഇൻട്രസ്റ്റിംഗ്ലി നമ്മുടെ മിടുക്കന്മാർ വിട്ടുകൊടുത്തൊന്നുമില്ല. കാരണം അവിടെ അവരെന്ന് പറഞ്ഞു നമ്മളെ കളിയാക്കിയത്, നിങ്ങളുടെ എന്ത് ഇന്ത്യ, അവിടെ സിസ്റ്റം ഉണ്ടോ, അവിടെ മര്യാദയ്ക്ക് ബിസിനസ് ചെയ്യാൻ പറ്റൂല, അതല്ലേ പ്രശ്നമല്ലേ. അപ്പോൾ ഇവർ ചോദിച്ചത്, സാർ ഇത് പഴയ ഇന്ത്യയല്ല, ഇത് പുതിയ ഇന്ത്യയാണ്. ഇന്നിവിടെ ബിസിനസ് ചെയ്യാൻ നിരവധി അവസരങ്ങളുണ്ട്, വല്ലപ്പോഴൊക്കെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ. ആൻഡ് ഐ പേഴ്സണലി ബിലീവ് ഇൻ ദാറ്റ്. ഐ റിമെമ്പർ ഗോയിങ് ആൻഡ് മീറ്റിംഗ് സെവറൽ പീപ്പിൾ. ദ മേയർ ഓഫ് മിസോറി സിറ്റി ഈസ് എ മലയാളി ആക്ച്വലി. In that conference, to my surprise, he was inviting people from India to invest in Missouri City. Look at the way they are seeing. നമ്മുടെ ഇവിടുന്ന് പോയവർ അവിടെ വല്ല ഇൻവെസ്റ്റ്മെന്റ് കിട്ടുമെന്ന് അറിയാൻ പോയത്. പക്ഷേ ഹീസ് ആസ്കിങ് us to come and invest. He'll provide all the opportunities, provide all the facilities എന്നൊക്കെ പറയാം. And it was an amazing trip. Today, if you'll ask me, നമ്മൾ ജനിച്ച സമയം നല്ലതാണ്. കാരണം ലോകം മുഴുവൻ ഒറ്റുനോക്കുന്ന ഒരു രാജ്യമായി കഴിഞ്ഞു ഇന്ത്യ. ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഇഫ് യു വോണ്ട് ടു ഡു ബിസിനസ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് എല്ലാ രാജ്യത്തും ഉണ്ടാവും. ഇഫ് യു ഗോ ടു എനി കൺട്രി, ആൻഡ് കേരളം നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയും, ഇവിടെ ഒന്നും വളരില്ല, ഇവിടെ മറ്റേ അട്ടിമറി പ്രശ്നമുണ്ട്, എല്ലാം ഉണ്ട്. അതിപ്പോൾ എല്ലാ രാജ്യങ്ങളിലും എല്ലായിടത്തും പല പ്രശ്നങ്ങളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ വോൾട്ടേജ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞ സമയത്തല്ലേ ഒരു മനുഷ്യൻ ശ്രീ കൊച്ചോസ ചില്ലപ്പള്ളി സാർ വന്ന് വീഗാർഡുമായിട്ട് വന്ന് 6800 കോടി ആസ്തി ഉണ്ടാക്കിയത്. സോ ഇറ്റ്സ് അപ് ടു യു ഹൗ യു വാണ്ട് ടു റൺ യുവർ ബിസിനസ്. സസ്റ്റൈനബിൾ ആക്കണോ, സ്കെയിലബിൾ ആക്കണോ, ഇറ്റ്സ് അപ് ടു യു. അപ്പോൾ അതിൽ വേരിയബിൾസ് ഇൻവോൾവ് ഇൻ ബിസിനസ് ക്വിക്ലി. നിങ്ങൾക്കറിയാത്ത കാര്യമൊന്നുമല്ല. ഞാൻ എൻ്റെ ഓൺട്രപ്രണേഴ്സിനോട് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ബിസിനസ്സിൽ ആദ്യം നമ്മളാണ്. യു ആർ ദ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആസ് എൻ ഓൺട്രപ്രണർ, ദ പേഴ്സൺ ഹു ഫൗണ്ടഡ്, ആരാണിത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ദർ ആർ 5 വേരിയബിൾസ് ഇൻ യുവർ ബിസിനസ്, ദ കീ എലമെന്റ്സ് ഓഫ് യുവർ ബിസിനസ്. 1, suppliers. And the second person is naturally your employees, your customers, then your employees. And some of us will forget this guy, investors. നമ്മൾ 4 പേരെ നമ്മൾ വളരെ ഹൈലൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മുടെ സപ്ലയേഴ്സിനെ കെയർ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്, കസ്റ്റമേഴ്സ് ഉണ്ടാവണം, എംപ്ലോയീസ് ഉണ്ടാവണം. ബട്ട് വി ഫൊർഗെറ്റ് വൺ ഫാക്ട് ദാറ്റ് ദർ ഇസ് അനദർ പാർട്ണർ ടു അവർ ബിസിനസ്. എനി ഗസ്? വൈൽഡ് ഗസ്? വി ആർ ഓൾറെഡി ദേർ. ഗവൺമെന്റ്. ഇത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ആളാണ്. ടാക്സ് കൊടുക്കണം. ബട്ട് ആക്ച്വലി ഈ നാട്ടിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ ടാക്സ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പറയും എന്തിനാ ടാക്സ് കൊടുക്കുന്നത്, റോഡ് നോക്കും, പാലം നോക്കും എന്നൊക്കെ പറയാമെങ്കിലും ആക്ച്വലി ഏത് രാജ്യത്ത് ചെന്നാലും ടാക്സേഷൻ ഉണ്ട്, ഇല്ലാത്ത രാജ്യങ്ങളൊന്നുമില്ല. ആൻഡ് മിഡിൽ ഈസ്റ്റ് ഇസ് ഇംപ്ലിമെന്റിങ് VAT ആയി, GST ആയി, ദർ ഓൾസോ അവിടെയും ഇൻകം ടാക്സ് ഒക്കെ വരികയാണ്. നമുക്കൊന്ന് ക്വിക്കായിട്ട് ഈ കാര്യങ്ങളൊന്ന് നോക്കാം. ഈ ബിസിനസ് മോഡൽ എന്ന് പറയുമ്പോൾ ഞാൻ ഗവൺമെന്റിന് നമ്മൾ ടാക്സ് അടച്ചാൽ നമ്മളെ ഉപദ്രവിക്കില്ല, അത് മാറ്റി നിർത്താം. യു ലുക്ക് അറ്റ് ദ സപ്ലൈസ് നൗ. ഈ പാൻഡമിക്കിന് മുമ്പ് നമുക്ക് എത്ര വേണമെങ്കിൽ കടം കിട്ടുമായിരുന്നു. ടെൽ മീ, ആ പാൻഡമിക് വന്നപ്പോൾ സപ്ലൈസ് കടം കൊടുക്കലൊക്കെ നിർത്തി വളരെ ചൂസിയായി. അഗ്രി? യെസ് ഓർ നോ? സോ ഇന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സപ്ലയറിന്റെ റിലേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഐ ടെൽ പീപ്പിൾ, ഓൺട്രപ്രണേഴ്സ്, പേ ദം ഓൺ ടൈം. ബിൽഡ് എ റെപ്യൂട്ടേഷൻ എമംഗ് യുവർ ബിൽഡേഴ്സ്. ഐ ഹവ് സീൻ സം പീപ്പിൾ, അവരുടെ ഇടയിൽ സപ്ലയേഴ്സ് അവർക്ക് കൊടുക്കാൻ താല്പര്യമാണ്. ഇവൻ ദ മാർജിൻ ഇസ് ലോ, ദിൽ സപ്ലൈ. പക്ഷെ മെനി ഓഫ് us വിൽ സേ ദാറ്റ് എനിക്ക് പൈസ കിട്ടിയിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ കൊടുക്കുന്നത്? അത് വേറെ ഡിഫറെൻ്റ് ആണ്. If you can build, I have learned from a university where I was working, and I've seen traditionally, I always make sure that my suppliers are paid on time or before time. രണ്ടാമത്തെ ആസ്പെക്ട് കസ്റ്റമർ ആണ്. കസ്റ്റമേഴ്സ് ആർ വെരി ചൂസി. അവിടെയാണ് പ്രശ്നം, പൈസ കിട്ടുന്നില്ല. വിൽ അഡ്രസ് ദാറ്റ്. പക്ഷേ കസ്റ്റമേഴ്സ് ഹാപ്പി ഇല്ലേ, പ്രശ്നമാണ്. ദ തേർഡ് എലമെന്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെന്റ്, എംപ്ലോയീസ്. ഐ വിൽ അഡ്രസ് ദാറ്റ് ഓൾസോ. ആൻഡ് ഇൻവെസ്റ്റേഴ്സ്, it's up to you. Either you invest or your bank invests. So quickly, I don't have much time. Let's look at business model now. ഈ ബിസിനസ് മോഡലിൽ ഉറങ്ങിയോ? ഇല്ലല്ലോ. ഓക്കെ, ലെറ്റ്സ് സീ. 5 ബിൽഡിംഗ് ബ്ലോക്സ് ആണ് നമ്മുടെ ബിസിനസ്സിലുള്ളത്. ഐ റിപ്പീറ്റ്, 5 ബിസിനസ് ബ്ലോക്സ് ആണ്. ദ ഫസ്റ്റ് വൺ ഇസ് ക്യാഷ്. ആസ്ക് യുവർസെൽഫ്, ഈ ക്യാഷ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോക്കാലം കൂടുതലാണെങ്കിൽ ബിസിനസ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെന്ന് അർത്ഥം. എവിടെയെങ്കിലും ക്യാഷ് ഇൻഫ്ലോ, അപ്പോൾ സംരംഭകർ ഏറ്റവും കൂടുതൽ നോക്കേണ്ട റിപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഡെയിലി ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം, വീക്ക്ലി ക്യാഷ് ഇൻഫ്ലോ ക്യാഷ് ഔട്ട്ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം. ആൻഡ് മെനി ഓഫ് us മിസ്റ്റേക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആസ് യുവർ പ്രോഫിറ്റ്. പൈസ വന്നു നേരെ കാറ് വാങ്ങി, പൈസ വന്നു നേരെ വീട് വാങ്ങി. ആക്ച്വലി നമ്മൾ ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ നമ്മുടെ ലാഭമുള്ളൂ. സോ മെനി ഓഫ് യു ഗെറ്റ് ഇൻ ടു വർക്കിംഗ് ക്യാപിറ്റൽ പ്രോബ്ലം ബിക്കോസ് ഓഫ് ദിസ് ക്യാഷ് മിസ്മാനേജ്മെന്റ്.
രണ്ടാമത്തെ ചോദ്യം, ക്യാഷ് വരുന്നുണ്ട്, പക്ഷേ ഈ സാധനം ഉണ്ടോ? മാർജിൻ. സി മാർജിൻ, ഇപ്പോൾ യു ടേക്ക് ആമസോണും ഈ സ്റ്റോക്ക് ഇല്ലാതെ വെക്കുന്ന പല ബിസിനസ് മോഡൽസും ഉണ്ട്. ഇഫ് യു റിയലി ലുക്ക് അറ്റ് ദം, ഹൗ ദേ മേക്ക് പ്രോഫിറ്റ്സ്, ഹ്യൂജ് പ്രോഫിറ്റ്സ് ദേ മേക്ക്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഈ മാർജിൻ ഇല്ലാത്ത ബിസിനസ് തുടരുതെന്ന് പറയും. ഇപ്പോൾ ചില പ്രോഡക്ട്സ് ഒക്കെ ഡീൽ ചെയ്യുന്നവരിവിടെ ഉണ്ടെങ്കിൽ ഐ ഹാവ് സീൻ പീപ്പിൾ സെയിങ് ദാറ്റ് ഇതിന് ലോ മാർജിൻ ആണ്, പക്ഷേ ഇത് ഹൈ വോളിയം ആണ്, അതുകൊണ്ട് വേറെ പ്രോഡക്ട്സിന് മാർജിൻ ഉണ്ട്. ആൻഡ് സംടൈംസ് പീപ്പിൾ കോമ്പീറ്റ് ഈച്ച് അതർ ആൻഡ് ദേ അണ്ടർകട്ട്. മാർജിൻ ഇല്ലാതെയൊക്കെ കൊടുക്കും വെറുതെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വൈ ഡു യു ഡു ബിസിനസ്? ആക്ച്വലി മാർജിൻ ഇല്ലെങ്കിൽ ചെയ്യരുതെന്ന് പറയും. ആൻഡ് ദ തേർഡ് എലമെന്റ് ഇസ് വെരി മോർ ഇമ്പോർട്ടൻറ്റ്, ആൻഡ് ദാറ്റ്സ് കോൾ വെലോസിറ്റി. ഒരു തവണ മാർജിൻ കിട്ടിയാൽ പോരാ, കൺസിസ്റ്റന്റ് ആയിട്ട് മാർജിൻ വരുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വല്ലപ്പോഴും മാർജിൻ ഉണ്ടായാൽ പോരാ. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഗ്രോത്ത്. നമ്മുടെ ബിസിനസ്സിൽ ഒരു ക്വാർട്ടറിലെങ്കിലും നിങ്ങളൊന്ന് റിവ്യൂ ചെയ്ത് നോക്കുക, ഒരു 5% എങ്കിലും ഗ്രോത്ത് ഉണ്ടോ? ഒരു അറ്റ്ലീസ്റ്റ് 2% ഗ്രോത്ത് ഉണ്ടോ? ഒരു ആനുവൽ റിവ്യൂ നടത്തുമ്പോൾ എല്ലാ വർഷവും ഗ്രോ ചെയ്യുന്നുണ്ടോ? അതിനൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ? അൾട്ടിമേറ്റ്ലി ഈ 4 കാര്യം നടക്കണമെങ്കിൽ ദ കീ പേഴ്സൺ ആക്ച്വലി, ഈ ഗ്രോത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ രണ്ടുപേരും തിരിച്ചറിയുമല്ലോ അല്ലേ? ഇവര് തമ്മിൽ എന്തെങ്കിലും സാദൃശ്യമുണ്ടോ? ഓക്കെ ഓക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേർക്കും കോമൺ ബുൾഗൻ താടിയുണ്ടെന്ന, രണ്ടുപേരും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. ആക്ച്വലി ഐ തിങ്ക് വിജയ് മല്ലയ്യ വാസ് ട്രൈങ് ടു ബി എ റിച്ചർഡ് ബ്രാൻസൺ. അദ്ദേഹത്തിന്റെ ലോകത്തെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ്സാണ് കള്ള് കച്ചവടം. അതിൽ നിന്നാണ് പോയി എയർലൈൻ, ഏറ്റവും വേഫ് തിൻ മാർജിനിൽ ഓടുന്ന, നഷ്ടത്തിൽ ഓടുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക് അദ്ദേഹം പോയത്. ആൻഡ് റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. കാണ്ട് ഈവൻ ടച്ച് ഇസ് വീറ്റ് ഇൻ ഇന്ത്യ നൗ. ഐ എം ജസ്റ്റ് സേയിങ്, ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇന്നോർഗാനിക് ഗ്രോത്ത് അല്ല. ഐവ് സീൻ പീപ്പിൾ, ഞാൻ ചില സംരംഭകരെ കാണുമ്പോൾ ദിൽ ഗിവ് മീ വിസിറ്റിംഗ് കാർഡ്, അത് 3 മടക്കുണ്ടാവും, പേര്, പിന്നെ കുറേ കമ്പനീസ് ഇപ്പുറത്ത് അപ്പുറത്ത്. സോ ഐ യൂസ് ടു ആസ്ക് ദം, സർ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? ഞാൻ എന്ത് ബിസിനസ്സാണ് ചെയ്യാതിരിക്കുന്നതെന്ന് ചോദിക്കുന്നത് നല്ലത്. ഡൈവേഴ്സിഫിക്കേഷൻ, ടു മീ ഐ ഹവ് സീൻ പീപ്പിൾ ഹു ആർ സക്സസ്ഫുൾ, ദേ വിൽ ബി നോൺ ഫോർ ദ പവർ ഓഫ് വൺ. ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്നവരാണ് ഈ സമൂഹത്തിൽ വിജയിച്ചിട്ടുള്ളത്. ഹാവ് യു നോട്ടീസ് ദിസ് പീപ്പിൾ? വേറെ ഡൈവേഴ്സിഫിക്കേഷനിൽ വിജയിക്കാൻ ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ ഒരെണ്ണം വിജയിപ്പിച്ചിട്ട് വേണ്ടേ വേറെ സ്ഥലത്ത് പോകാൻ. ഐ തിങ്ക് പീപ്പിൾ ലൈക്ക് ഹിം ഗോട്ട് ഇൻ ടു ട്രബിൾ ലൈക്ക് ദാറ്റ്. പക്ഷെ ഇതെല്ലാം നമുക്ക് തരുന്ന ഒരേ ഒരാളാണ് നമ്മുടെ കസ്റ്റമേഴ്സ്. ഈ കസ്റ്റമേഴ്സ് അൾട്ടിമേറ്റ്ലി വിൽ ഡിസൈഡ് നമ്മൾ എവിടെ എത്തുന്നുള്ളത്. ഈ ഒരു 5 എലമെന്റ് യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ പീപ്പിൾ, യുവർ എംപ്ലോയീസ്. 1, ക്യാഷ്, റെഗുലർലി ക്യാഷ് ഇൻഫ്ലോ നടക്കുന്നുണ്ടോ? 2, മാർജിൻ ഉണ്ടോ? വെലോസിറ്റി, അത് കണ്ടിന്യൂസ് ആയിട്ട് മാർജിൻ ഉണ്ടോ? ഈക്വലി ഗ്രോത്ത് ഉണ്ടോ ബിസിനസ്സിൽ? കസ്റ്റമേഴ്സ് ഹാപ്പി ആണോ? So I'm going to give you 3 statements, 3 questions. If you're going to ask to your employees, you will be definitely successful. All are with me? First question you need to ask, what is the money making model of my organization? മലയാളത്തിൽ പറഞ്ഞ എൻ്റെ ബിസിനസ്സിൽ പണം ഉണ്ടാക്കുന്ന മോഡൽ എന്താണ്? രണ്ടാമത്തെ ചോദ്യം, how does my team contribute to the money making model? എന്ന് വെച്ചാൽ പണം ഉണ്ടാക്കുന്ന മോഡലിൽ എൻ്റെ ടീമിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഫസ്റ്റ് എന്തായിരുന്നു? പണം ഉണ്ടാക്കുന്ന മോഡൽ എന്താണ്? 2, എൻ്റെ ടീമിൻ്റെ കോൺട്രിബ്യൂഷൻ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ആ ബില്ലടിക്കുന്ന ഒരാൾ പോലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ആ ബില്ല് അയക്കുന്ന ആൾ പോലും അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ടു മീ ബേസിക്കലി ഒരു ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ സെയിം ഡേ ഐ എൻഷുർ ദറ്റ് ദ ബിൽ വിൽ ഗോ ടു ദ ക്ലയൻറ്റ്, ഓർ വെൽ ഇൻ അഡ്വാൻസ് ഇറ്റ് വിൽ ഗോ, സോ ദാറ്റ് ദ നെക്സ്റ്റ് ഡേ ദ പേയ്മെന്റ് വിൽ കം ടു മീ, ഓർ ദ സെയിം ഡേ ദ പേയ്മെന്റ് വിൽ കം ടു മീ. Why I should wait for 3 days to send the invoice? So the money will come to my bank much before, right? മൂന്നാമത്തെ ചോദ്യം is interesting. Does everyone on my team know the answer for the first 2 questions? First 2 questions എന്താ? എൻ്റെ ബിസിനസ്സിൽ പണം ഉണ്ടാക്കുന്ന മോഡൽ എന്താണ്? അതിൽ ഓരോ എംപ്ലോയീസിൻ്റെയും കോൺട്രിബ്യൂഷൻ എന്താണ്? നത്തിങ് ഇസ് ദെയർ. വേറെ ഒന്നുമില്ല. അത് എല്ലാവർക്കും അറിയാമോ എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ 3 കാര്യം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നാച്ചുറലി ബിസിനസ് വിൽ ഗ്രോ. ഇഫ് സോ, ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ടുഡേസ് ബിസിനസ്. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, the crisis started after pandemic because liquidity is king now. ആരുടെ അടുത്താണോ ക്യാഷ് ലിക്വിഡിറ്റി ഉള്ളത് അവർ രക്ഷപ്പെട്ടു. ആഫ്റ്റർ ഇന്ററാക്ടിങ് വിത്ത് thousands of entrepreneurs, let me assure you, എല്ലാവരുടെയും പ്രോബ്ലം ഈ ക്യാഷ് ഫ്ലോ ആണ്. എന്തായിരുന്നു പാൻഡമിക്കിൽ സംഭവിച്ചത്? ഈ വർക്കിംഗ് ക്യാപിറ്റൽ ക്രൈസിസ് വന്നു. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്ക് ഇത് അറിയുന്ന കാര്യമാണ്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ്. നമുക്കൊരു ഔട്ട്ഫ്ലോ റെഗുലർ ആയിട്ട് ഫിക്സ്ഡ് എക്സ്പെൻഡിച്ചർ ഉണ്ട്. എന്താ? സാലറി, റെന്റ്, ബിൽസ്, ടാക്സസ്, ബാങ്ക് റീപേയ്മെന്റ്, സപ്ലൈ പേയ്മെന്റ്, ഇതെല്ലാം. അപ്പൊ എന്താ പറ്റിയ? ഫിക്സ്ഡ് ഓവർ ഹെഡ്സ് അവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ഇൻഫ്ലോ കുറഞ്ഞു പാൻഡമിക്കിൽ. സോ വി പാനിക്. എഗ്രി?
പാനിക്കായി നമ്മൾ, വളരെ പ്രശ്നത്തിലായി നമ്മൾ. പക്ഷെ നമുക്ക് ഇൻഫ്ലോ ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട്? ഒന്ന്, സെയിൽസ് നടക്കണം. ഡെപ്റ്റേഴ്സ്, നമുക്ക് പഴയ ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങാനുണ്ട്. രണ്ട്, നമ്മൾ സ്റ്റോക്കൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ലിക്വിഡേഷൻ ആയിരിക്കാം. ആൻഡ് ദ സെയിൽസ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇനി ഫൈനൽ ഒരു ഓപ്ഷനാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ബോറോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ആൾക്കാർ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ടേജ് കാണുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ബോറോ. നെവർ എവർ ഡു ഇറ്റ് ഫോർ ദ ഹെവൻ സൈഡ്. ഓൺ ദി അതർ സൈഡ്, നാണക്കേടൊന്നും ഇല്ലെങ്കിൽ കസ്റ്റമറിൽ നിന്ന് കയ്യിൽ നിന്ന് കാശ് കിട്ടാനുള്ളവരൊക്കെ ഒന്ന് കൈവക്കേ. വെൽക്കം ടു ഊട്ടി. എല്ലാവർക്കും കിട്ടാനുണ്ട്. കുറേ നാളായിട്ട് കുറച്ച് ഓഡിയോ, ഒരു 1 ഇയറിന് മുകളിൽ കുറെ പെൻഡിങ് ഉള്ളവരൊന്ന് കൈവക്കേ. ഓക്കെ, ടെൽ മീ ഓണസ്റ്റ്ലി, നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയീസിനോട് ഫോളോ അപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്? ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ട്. എക്സ്ക്യൂസ് ഞാൻ പറയട്ടെ, ഫോൺ എടുക്കുന്നില്ല സർ. എടുത്തിട്ട് പിന്നെ തരാമെന്ന് പറയുന്നുണ്ട് സാർ. ഇനി ചില കസ്റ്റമർ ഉണ്ട്, നാളെ ഇട്ടേക്കാം എന്ന് പറയും, ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന് വരെ പറഞ്ഞോളൂ. ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ്. സോ ഐ ഹാവ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഡെപ്റ്റേഴ്സിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി വിഷമം വരും. പക്ഷേ ലെറ്റ് മീ ആസ്ക് യു എ വെരി സില്ലി സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇത്തിരി പ്രശ്നത്തിലാണ്, അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ പറയാണ്, പ്രശ്നത്തിലാണ്. നിങ്ങൾ നിരവധി ആൾക്കാർക്ക്, 100 കണക്കിന് ആൾക്കാർക്ക് പണം കൊടുക്കാനുണ്ട്. അത് 2 ലക്ഷമുണ്ട്, 3 ലക്ഷമുണ്ട്, 10 ലക്ഷമുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരാൾക്ക് 50,000 രൂപ കൊടുക്കാനുള്ളൂ. ഓക്കെ, പക്ഷെ ഇയാൾ സിസ്റ്റമാറ്റിക് ആയിട്ട്, നിങ്ങൾ വെറുപ്പിക്കുകയൊന്നുമില്ല, നിങ്ങൾ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം വിളിക്കും, എനിക്ക് ആ പേയ്മെൻ്റ് ഒന്ന് കിട്ടണേ, അത്യാവശ്യമുണ്ട്. ഒരു ആഴ്ചയിൽ 3 മെസ്സേജ് വരും വാട്സപ്പിൽ, ഇടയ്ക്കൊരു കോൾ വരും, മെസ്സേജ് വരും, ഇടയ്ക്ക് കോൾ വരും. ഓക്കെ, നിങ്ങളുടെ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, മെസ്സേജ് വരുന്നുണ്ട്, ഇതൊക്കെ വരുന്നുണ്ട് വാട്സപ്പിലൊക്കെ. ഫൈനലി നിങ്ങളുടെ കയ്യിലേക്ക് ഒരു 2 ലക്ഷം രൂപ വന്നു. ആർക്കെങ്കിലും ഒന്ന് കൊടുക്കണമെന്നാണ് നിങ്ങൾ. ആർക്ക് കൊടുക്കും? ആ 50,000 എങ്ങനെയെങ്കിലും തലവേദന ഒന്ന് ഒഴിവാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുള്ളൂ. എഗ്രി ചെയ്തോ? യെസ് ഓർ നോ? ഫോളോ അപ്പ് ഈസ് ദ കീ ടു ഡെപ്റ്റ് കളക്ഷൻ. നിങ്ങൾ ഒരാളെ വിളിക്കാതിരിക്കുമ്പോൾ അയാളുടെ വിചാരം നിങ്ങൾക്ക് ആ പണം ആവശ്യമില്ല. സോ യു ഹാവ് ടു ഗോ ബാക്ക് ആൻഡ് സിറ്റ് വിത്ത് യുവർ ടീം, ടേക്ക് ഓൾ ദ ഡെപ്റ്റ്സ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാം, നിങ്ങൾക്ക് പലർക്കും ഒരു ധാരണയുണ്ട്, അത് പോട്ടെ, നമ്മുടെ പൈസയല്ലേ, അങ്ങോട്ട് പോട്ടെ. അങ്ങനെ പറയരുത്. ഇത് നിങ്ങളുടെ പണമല്ല, ബിസിനസിന്റെ പണമാണ്. 1 രൂപ പോലും നിങ്ങൾക്ക്, ഞാനൊരു കേസ് സ്റ്റഡി തന്നെ പറയാം. സ്റ്റോക്ക് നമ്മൾ ഇന്ന് അധികം സ്റ്റോക്ക് ചെയ്യാണ്ടായിരിക്കുന്നത് നല്ലത്. എത്രയും വേഗം സ്റ്റോക്ക് ലിക്വിഡേറ്റ് ചെയ്യുക. അതിനൊരു ABC ഏറ്റവും ഫാസ്റ്റ് മൂവിങ് മാത്രം സ്റ്റോക്ക് ചെയ്യലും, സ്റ്റോക്ക് ഉള്ളവരുണ്ടെങ്കിൽ. സ്ലോ മൂവിങ് ആണെങ്കിൽ കുറച്ച് സ്റ്റോക്ക് ചെയ്യുക. വളരെ ഹൈ വാല്യൂ ഉള്ള സ്ലോ മൂവ്മെന്റ് ആണെങ്കിൽ ബാക്ക് ടു ബാക്ക് ഓർഡർ ആണെന്നല്ലെന്ന് ഞാൻ പറയും. ബട്ട് ദ കീ ഈസ് സെയിൽസ്. സെയിൽസ് ഞാൻ തിരിച്ചു വരാം അതിലേക്ക്. ലാസ്റ്റ് സ്റ്റെപ്പാണ് ബോറോ. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ്. എന്നെ മീറ്റ് ചെയ്തിട്ട് പ്രശ്നത്തിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിട്ടുള്ളവർ ഞാൻ പഠിച്ചതെന്നറിയോ? 95% സംരംഭകരും പൊളിഞ്ഞു പോയത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പണം കിട്ടാത്തതുകൊണ്ടാണ്. പക്ഷെ അവർ റീസൺ വേറെ ഏതൊക്കെയാണ് പറയുന്നത്? അവർ റീസണൊക്കെ വേറെ പറയും. നിങ്ങൾ ഈ പണ്ട് മോഹൻലാലിൻ്റെ ഒരു സ്ഫടികം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടാരെങ്കിലും ഉണ്ടോ? അതിൽ ഇദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു വലിയ കഥാപാത്രമായിരുന്നു, ചക്കോ മാഷ്. ഇനി അദ്ദേഹം പറയുന്നൊരു ഫേമസ് ഡയലോഗൊക്കെ ഉണ്ട്. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. ഈ ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ശരിയാണ്. ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഷമീം റഫീഖ് തിരിച്ചു പറയും, സംരംഭത്തിന്റെ ഓരോ സ്പന്ദനവും കിട്ടാനുള്ള പണത്തിലാണ്. എഗ്രി? ഈ പണം നിങ്ങൾ ഇന്ന് പോയി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് അവർക്കൊരു ഓഫർ കൊടുക്ക്, ഇത്ര കളക്ഷൻ വരുമ്പോൾ നിങ്ങൾ ഇത്ര പെർസെൻറ്റേജ് എടുത്തോ. കിട്ടാതിരിക്കുന്നതിലും നല്ലതാണല്ലോ. യു ഹാവ് എ ഡ്രൈവ് ഫോർ നെക്സ്റ്റ് 30 ഡേയ്സിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി നോക്കി. ബിഫോർ November 30th we have to collect this, and if you're going to collect it, you take a percentage of it. ഇങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ I have helped so many people and they have got money also. ആ ആക്ഷൻ പ്ലാൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ തന്നെ മറന്നുപോയി, എംപ്ലോയീസ് എക്സ്ക്യൂസും പറഞ്ഞു. എങ്കിൽ നിങ്ങൾ വിൽക്കുന്നത് പ്രോഡക്റ്റോ സർവീസോ ആണോ അതോ കടമാണോ? എങ്ങനെ? പ്രോഡക്റ്റോ സർവീസോ ആണോ കടമാണോ? സത്യത്തിൽ നമ്മൾ ഈ കട വിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടെന്നറിയോ? ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് ഇസ് 22.5 വയസ്സിൽ സെയിൽസിൽ കരിയർ തുടങ്ങിയ ആളാണ്. അന്ന് ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്, സെയിൽസ് ഈസ് ഈക്വൽ ടു ക്യാഷ്. ഒരു ഉൽപ്പന്നമോ സർവീസോ ബില്ലടിച്ച് പണം പെട്ടിയിൽ ബാങ്കിൽ വന്ന് വീഴുമ്പോഴേ അതിനെ സെയിൽസ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അതുവരെ അത് വേറെ ആരുടെ അടുത്ത്. അപ്പം നമ്മുടെ സ്റ്റോക്ക് നമ്മൾ ബില്ലടിച്ചിട്ട് വേറെ ആൾക്ക് കൊടുത്തിരിക്കുക, അത് നമ്മളെങ്ങനെ സെയിൽസ് എന്ന് വിളിക്കുന്നത്? അതിന് വിടിരുന്ന പോരായിരുന്നു. സോ ദിസ് ഹാസ് ടു ഗോ ഇൻ ടു എ സെയിൽസ് ടീം, ദിസ് ഹാസ് ടു ഗോ ഇൻ ടു എ കളക്ഷൻ ടീം, ടു ഈച്ച് ആൻഡ് എവറി ടീം മെമ്പർ. അതെന്താണെന്നറിയോ? നമുക്ക് ആ ഒരു ഡ്രൈവ് ഇല്ലാത്തതുകൊണ്ട്. അതെന്താ കാര്യം? ഒറ്റ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങളും ബിസിനസ്സും ഒന്നാണോ?
ചിലരുടെ നോട്ടം കണ്ടെത്തുന്നു ഉഗാണ്ടയുടെ പ്രധാനമന്ത്രിയുടെ പേരെ ഞാൻ ചോദിച്ചത്. ചേട്ടാ, നിങ്ങളും ബിസിനസ്സും ഒന്നാണോ? നിങ്ങളുടെ സ്ഥാപനത്തിന് ഒരു പേരുണ്ടോ? രജിസ്ട്രേഷൻ ഉണ്ടോ? ഒരു ഐഡന്റിറ്റി ഉണ്ടോ? ഇറ്റ്സ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി LLP ഉള്ളവരെന്ന് കൈവക്കി. നാളെ നിങ്ങൾ പറയുകയാണ് എൻ്റെ കമ്പനി കൂട്ടി എന്ന് പറഞ്ഞാൽ സർക്കാർ സമ്മതിക്കുമോ? GSTക്കാർ സമ്മതിക്കുമോ? IT സമ്മതിക്കുമോ? വിച്ച് മീൻസ് വാട്ട്? നിങ്ങളുടെ വിചാരം നിങ്ങളാണ് ഈ കമ്പനി എന്ന്. ആ കമ്പനിയിലേക്ക് വരാനുള്ള ഓരോ 1 രൂപയാണെങ്കിൽ പോലും അത് കൊണ്ടുവരാനുള്ള ബാധ്യത നിങ്ങൾക്കാണ്. സോ നിങ്ങളും കമ്പനി ഒന്നാണെന്ന് തോന്നുമ്പോൾ പണം പോട്ടെ എന്ന് വയ്ക്കും. ഞാൻ ഐ സൈറ്റ് എ സ്മോൾ എക്സാമ്പിൾ. ദ ഫുഡ് ഫോർ യുവർ കമ്പനി ഈസ് ക്യാഷ് ഫോർ ഷുവർ. ഐ സൈറ്റ് എ സ്മോൾ എക്സാമ്പിൾ. എൻ്റെ ഈഗിൾ എന്ന് പറഞ്ഞൊരു കോച്ചിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ഒരു സംരംഭകനാണ്. അതിൻ്റെ പേര് ഷിജു കെബാലൻ. ഇൻസിഡൻ്റ്ലി കോംടെക് സിസ്റ്റംസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടീമാണ്. ബട്ട് ദേ ഡു അറൌണ്ട് 100 crores. ഇൻസിഡൻ്റ്ലി ഞാൻ ഈ പാൻഡമിക്കിൻ്റെ അവസാനമായി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മോന് ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ അവനൊരു സ്ക്രീൻ വേണം അത്രേ. അവന് ഡെല്ല് തന്നെ വേണം. നമ്മുടെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് കണക്ട് ചെയ്യാൻ സ്ക്രീൻ. ഐ തോട്ട് ഇവനെ അത് പഠിക്കാനാ എന്തോ ഗെയിം കളിക്കാനാ ഈ സ്ക്രീനൊക്കെ വേണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഐ വിൽ ഗെറ്റ് ഇറ്റ്. പക്ഷെ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആ പാൻഡമിക് ഒക്കെ ആയതുകൊണ്ട് എവിടെയും കിട്ടാനില്ല. ഫൈനലി ദിസ് ഗൈ ഈസ് എ ഡിസ്ട്രിബ്യൂട്ടർ ഫോർ HP. സോ ഐ കോൾഡ് ഹിം. ഹി സെഡ് നോ പ്രോബ്ലം സർ, ഐ വിൽ അറേഞ്ച് ഇറ്റ് ഫോർ യു. ഈസ് എ തിക് ഫ്രണ്ട് ഓഫ് മൈൻഡ് ആൻഡ് മൈൻഡ് എൻ്റെ ക്ലയൻറ്റും കൂടിയാണ്. ഇൻസിഡൻ്റ്ലി ഇതായിരുന്നു ആ സാധനം. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് അവരുടെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചു. ഇറ്റ് വാസ് കോസ്റ്റിംഗ് അറൌണ്ട് 6,000 സംതിങ്. അങ്ങനെ ഒരു ബില്ലും എനിക്ക് അയച്ചു. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ വില എന്താണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഷിജു എനിക്ക് ഒരു എമൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് അഡ്വാൻസ് ആയിട്ട്, എൻ്റെ ട്രാൻസാക്ഷൻസ് അങ്ങനെയാണ്, ഞാൻ അഡ്വാൻസ് ആയിട്ട് അത് ഗൂഗിൾ പേയും ചെയ്ത് കൊടുത്തു. അതിന് ശേഷമാണ് എനിക്ക് ബില്ല് വന്നത്. ഞാനത് നോക്കി പോലുമില്ല. ഐ സെൻറ്റ് ടു മൈ ഓഫീസ്. ഞാനത് വിട്ടും പോയി. ഇൻസിഡൻ്റ്ലി യു ക്യാൻ സീ ദാറ്റ് ആ ബിൽ എമൗണ്ട് അവിടെയുണ്ട് 6,549. പക്ഷേ അദ്ദേഹം എത്രയാണ് അയച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം അയച്ച എമൗണ്ട് ഞാൻ അയക്കുകയും ചെയ്തു. നൗ യു ലിസൺ ടു മീ. ഐ ഗോട്ട് എ കോൾ ഫ്രം എ ഗേൾ. സർ, ഗുഡ് ഈവനിങ് സർ, എൻ്റെ പേര് രേഷ്മ, ഞാൻ ഷിജു സാറിൻ്റെ ഓഫീസിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞ മോളെ, സാറേ ആ ബില്ലിൽ ഒരു 59 രൂപ കുറവുണ്ട്. ഐ സെഡ് ഐ എം സോ സോറി. ഞാൻ എങ്ങോട്ടാണ് അയക്കേണ്ടത്? സർ, ഞാൻ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. മൈൻഡ് ഇറ്റ്, യു ക്യാൻ സീ ദാറ്റ് I have actually paid that 59 rupees to her. So I have a question to all of you. ഇത് ഷിജു കബാലിന് അറിഞ്ഞിട്ടുമില്ല until I told him this in a venue. സത്യത്തിൽ ആ ഷിജു എന്ന് പറഞ്ഞ ആൾ ബിസിനസ്സുകാരനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കോച്ചാണ്. അദ്ദേഹം ഇതറിഞ്ഞാൽ എന്ത് പറയും? സാറേ, ഞാൻ ആ ഷമീം സാറിൻ്റെ നിന്ന് ഒരു 59 രൂപ ചോദിക്കാനുണ്ട്. സാറേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? യു ടെൽ മീ. വിജു, വാട്ട് യു വിൽ സേ? വേട്ടകള 59 രൂപയല്ലേ ഉള്ളൂ. എന്തിനു വിട്ടുകളയണം? എന്തിനു വിട്ടുകളയണം? ബിക്കോസ് ദാറ്റ്സ് നോട്ട് യുവർ മണി, ദിസ് കമ്പനീസ് മണി. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ദാറ്റ്സ് എ കമ്പനീസ് മണി. സോ ഞാനായതുകൊണ്ട് ഓൾറെഡി മാർജിൻ സഫർ ചെയ്തിട്ടായിരിക്കും അദ്ദേഹം തന്നത്. വൈ യു ഷുഡ്? ഈ ഒരു ഡിസിപ്ലിൻ, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടാക്കിയാലേ ഈ മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. സർ, വിൽ യു അഗ്രി വിത്ത് മീ ടുഡേ? ആർ യു വിൽ ടു അണ്ടർസ്റ്റാൻഡ്? യു നീഡ് ടു ടെൽ പീപ്പിൾ, യു നീഡ് ടു ഡ്രൈവ് ഇൻ ടു പ്രോഫിറ്റ്സ്. ആ പ്രോഫിറ്റ് കൊണ്ടുവരണം. പക്ഷെ അവിടെയാണ് ഈ കുഴപ്പം. ഇത് കൊണ്ടുവരാനുള്ളത് എംപ്ലോയീസുമാണ്. അപ്പം ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. നമ്മളെല്ലാവരും പറയാനുള്ളൊരു വാക്ക് പറയട്ടെ എംപ്ലോയീസിനോട്: കസ്റ്റമറെ സാറ്റിസ്ഫൈഡ് ആക്കണം, കസ്റ്റമറെ ഹാപ്പി ആക്കണം. എഗ്രി അല്ലേ അർത്തി? ഇതെല്ലാം പറയുന്നത്. അവിടെയാണ് നിങ്ങൾ ആദ്യം ഒരു സത്യം മനസ്സിലാക്കേണ്ടത്. ദിസ് എൻ ഇക്വേഷൻ. ES is equal to CS. What? Employee satisfaction will give you customer satisfaction. നിങ്ങളുടെ എംപ്ലോയീസേ ഹാപ്പി അല്ല, then how will they go and make the customer happy? ഇവിടെ നമ്മുടെ പ്രശ്നം എന്താ? നമ്മുടെ എംപ്ലോയീസ് നമ്മുടെ കൂടെ ഹാപ്പി അല്ല. എന്നിട്ട് ആ ഹാപ്പി അല്ലാത്ത അയാളെ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് പോയി കസ്റ്റമറെ ഹാപ്പി ആക്കാൻ. ടിപ്പിക്കൽ എക്സാമ്പിൾ, സർവീസ് ഇൻഡസ്ട്രിയിൽ നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറിക്കോ. നമ്മൾ ഞാൻ ഈ അടുത്ത് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. ഐ വാസ് ഇൻ എ ഹറി. ഞാൻ നല്ല തിരക്കുണ്ട്. ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, വേറെനോട്, എപ്പോഴാണ് ഫുഡ് കിട്ടുക? ഓർഡർ ചെയ്തതിന് ശേഷം സാർ 15 minutes ആവേ. പോയി. നമ്മൾ മലയാളികളോട് 15 minutes കൊണ്ട് നമ്മൾ വാച്ച് നോക്കിയിരിക്കും. ഞാനിങ്ങനെ നോക്കിയിരിക്കുക. 15th minute ആയപ്പോൾ ഞാൻ കൈവീശാൻ തുടങ്ങി. പിന്നെ അവൻ എന്നെ നോക്കില്ല, അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും. ഒരു 20 minute ആയപ്പോൾ എക്സ്ക്യൂസ് മീ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഫുഡ് കിട്ടിയില്ല. അതല്ലേ പറഞ്ഞത്, കുറച്ച് സമയം എടുക്കുന്നു. ഒറ്റ അലർച്ച. എവ്രി വൺ വാസ് ലുക്കിംഗ് അറ്റ് മീ. എനിക്ക് അയാളോട് ഒരു വിരോധം തോന്നിയില്ല. കാരണം ആകെ കൂടി ഒരു 50 കസ്റ്റമർ ഇരിക്കുന്ന സ്ഥലത്ത് ആകെ 2 പേരെ സപ്ലൈ ചെയ്യാൻ നിർത്തിയിരിക്കുന്നത്. അത് അവൻ്റെ കുഴപ്പമില്ല, മുതലാളിയുടെ കുഴപ്പം. ഈസ് ഫ്രസ്ട്രേറ്റഡ്. സോ യു ആസ്ക് യുവർ സെൽഫ്, എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആണോ? പക്ഷെ അവിടെയാണ് നമ്മൾ പറയുമല്ലോ, മൈ എംപ്ലോയീസ് ആർ യൂസ്ലെസ്. പറയാൻ വരട്ടെ, സംടൈംസ് മേ ബി ദേ ആർ യൂസ്ഡ് ലെസ്. നിങ്ങൾ അവരൊന്ന് പ്രോപ്പറായിട്ടൊന്ന് ട്രെയിനിങ് ഒക്കെ കൊടുത്തൊന്ന് മോൾഡ് ചെയ്ത് നോക്കി, ചിലപ്പോൾ ശരിയാവും. അവിടെയാണ് എന്ത് തരം ആൾക്കാരെയാണ് നമുക്ക് വേണ്ടതെന്നുള്ള നമ്മുടെ തീരുമാനമാണ്. ഗിവ് എൻ എക്സാമ്പിൾ.
നിരവധി രാജ്യങ്ങൾ സഞ്ചരിച്ചാൽ ഐ എം ഷുവർ ഹൗ മെനി ഓഫ് യു ട്രാവൽ ടു ജപ്പാൻ? താങ്ക് യു. ഇറ്റ്സ് എ ലവ്ലി കൺട്രി. ഐ മീൻ ദർ ഓൺലി വൺസ്. അവരുടെ കൾച്ചറും ഇതൊക്കെ നല്ലൊരു കൾച്ചറാണ്. സോ ദിസ് വിസിറ്റ് വാസ് ആക്ച്വലി an ഇൻഡസ്ട്രിയൽ വിസിറ്റ്. ഒരു 20 ബിസിനസ്സുകാരടങ്ങുന്ന ഒരു ഗ്രൂപ്പുമായിട്ട് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് 21 days ടൊയോട്ട മോട്ടോഴ്സ്, കുറേ കമ്പനികൾ. അപ്പോൾ പർപ്പസസ് ഫാക്ടറി വിസിറ്റ് ചെയ്യുക, എന്നിട്ട് അവിടുത്തെ MD ആരെങ്കിലും വരും, നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ വി വർ ഇൻ എ ബോർഡ് റൂം. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ഞങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഇതാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുൽക്കർണി സർ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് find you between your Japanese style of management and our Indian style of management, or probably Japanese employees and our Indian employees? അതേ ഒരു മിനിറ്റ് പോലും അമാന്തച്ചില്ല ഉത്തരം പറയാൻ. മൈക്ക് എടുത്തോട്ട് ദിസ് ഇസ് ടിപ്പിക്കലി ലൈക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യുവർ ഇന്ത്യൻ ട്രെയിൻ ആൻഡ് അവർ ജാപ്പനീസ് ബുള്ളറ്റ് ട്രെയിൻ. അത് എന്തുകൊണ്ടായിരുന്നു മനസ്സിലായില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മുടെ ഈ ബുള്ളറ്റ്, നമ്മുടെ ഇന്ത്യൻ ട്രെയിനിന്റെ ഏറ്റവും മുന്നിൽ എന്താ? എഞ്ചിനാണ്. അതിന്റെ പുറകിൽ എന്താണ്? ബോഗികളാണ്. എഞ്ചിന്റെ ജോലി എന്താ? 100-150 ബോഗികൾ 80 കിലോമീറ്റർ സ്പീഡിൽ വലിച്ചുകൊണ്ട് പോകും. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ ജപ്പാനിൽ അങ്ങനെയുള്ള ട്രെയിനില്ല, ഞങ്ങൾക്കുള്ളത് ഷിൻഗ്യാൻസ് എക്സ്പ്രസ്. ദാറ്റ്സ് എ ബുള്ളറ്റ് ട്രെയിൻ. സം ഓഫ് യു മൈറ്റ് ഹാവ് ട്രാവൽ. അത് വർക്ക് ചെയ്യുന്ന വേറൊരു പ്രിൻസിപ്പിളാണ്. 100 ബോഗി ഉണ്ടെങ്കിൽ 100 എഞ്ചിനാണ്. അത് 80 കിലോമീറ്റർ സ്പീഡിൽ പോയാലും നമ്മുടെ ട്രെയിനുകളും മുന്നേ എത്തും. റിമെമ്പർ, മോസ്റ്റ് ഓഫ് യു വുഡ് ഹാവ് ട്രാവൽ. വി സ്റ്റേഡ് ഇൻ എ പ്ലേസ് കോൾഡ് ഒസാക്ക. വി വെന്റ് ടു ടോക്കിയോ 3 times, I believe, വീക്കെൻഡ്സിൽ. ഓൾമോസ്റ്റ് ലൈക്ക് കൊച്ചിൻ ടു ബാംഗ്ലൂർ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് എൻ്റെ ഊഹം. വിച്ച് വിൽ ടേക്ക് ഹിയർ 10 to 12 hours റഫ്ലി. 3 hours and 8 minutes ആണ് അന്ന് എടുത്തത്. ആൻഡ് ടുഡേ ഐ ബിലീവ് ഇറ്റ്സ് ഓൺലി 2.5 hours. ലുക്ക് അറ്റ് ദാറ്റ്. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണോ അല്ല കളിയാക്കിക്കൊണ്ടാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. മേ ബി ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യുവർ സ്റ്റൈൽ ആൻഡ് അവർ സ്റ്റൈൽ. നിങ്ങളുടെ കുറേ ഓൺട്രപ്രണേഴ്സ് ഉണ്ട്, മുതലാളിമാരുണ്ട്. ജോലി എന്താ? കൂടെ ഉള്ളവനും വലിച്ചുകൊണ്ട് പോവുക, നിൽക്കുക, കഥയ്ക്കുക, അവസാനം എഞ്ചിൻ കേടായ ബോർഡ് വയ്ക്കുക, കമ്പനി പൂട്ടി. ഇവിടെ അങ്ങനെയല്ല. ഓൾ ആർ എംപ്ലോയീസ് ആർ വെൽ ട്രെയിൻഡ്, സോ പാഷനേറ്റ് ദാറ്റ് വി പുഷ് ഈച്ച് അതർ. അതുകൊണ്ട് ഏറ്റവും മുമ്പിലുള്ള എഞ്ചിൻ വർക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവിടെയാണ് ചോദ്യം. നമ്മളിൽ പല ആൾക്കാർ ഓവർ എ പീരീഡ് ഓഫ് ടൈം വി ടേക്ക് ഇറ്റ് ആസ് ഗ്രാൻഡഡ്. കുഴപ്പമില്ല, എങ്ങനെയൊക്കെ പോട്ടെ. ബട്ട് ഇഫ് യു റിയലി വാണ്ട് ടു ഹാവ് ഗ്രേറ്റ് എംപ്ലോയീസ്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് പാഷൻ. See, today, I'll come to that. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കുറച്ച് നേരം അഡ്രസ് ചെയ്യാം. ദ ന്യൂ ജനറേഷൻ. ദ എംപ്ലോയീസ് വി ഗെറ്റ് ഇസ് ന്യൂ ജനറേഷൻ. അതെന്താണെന്ന് ഞാൻ പറയാം. പക്ഷെ ഇന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, അത് വല്ലാത്തൊരു കാര്യമാണ്. കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ നമ്മുടെ എനർജി ലെവൽ പോകുമോ? ഇപ്പോൾ ടുഡേ ഐ വാസ് ജസ്റ്റ് ദെയർ ഇൻ മൈ ഓഫീസ് ഇൻ എടപ്പള്ളി ആൻഡ് ഐ ഹാവ് എ സ്മോൾ ടീം. ഞാൻ അവരോട് സംസാരിക്കുന്നത് വേറൊരു വേവ് ലെങ്ത്തിലാണ്. നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, നമ്മളെ പൊളിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഇറങ്ങിപ്പോന്നെ. സോ ദ കൈൻഡ് ഓഫ് പാഷൻ ഇൻ യുവർ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെയാണ് അടുത്ത ചോദ്യം. എന്താണ് നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നം? ഇത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പ്രോബ്ലം തരും. നമ്മുടെ ജനറേഷന് മാത്രം പറ്റിയൊരു പ്രോബ്ലമാണ്. വി ഹവ് ഗോട്ട് 4 generations ടുഡേ ഇൻ ദ മാർക്കറ്റ്. യു നോ ദാറ്റ്? ആൻഡ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ നെയിംസ് ഓൾസോ. സം ഓഫ് യു മൈറ്റ് നോ ദിസ്. സി, 1946 മുമ്പ് ജനിച്ചവരെ ബിൽഡേഴ്സ് എന്നാണ് വിളിക്കുക. ആൻഡ് ലുക്ക് അറ്റ് ദം, ബേബി ബൂമേഴ്സ്. എൻ്റെയൊക്കെ ഫാദറൊക്കെ ആ ഗ്രൂപ്പിലുള്ളതാണ്. 1946 to 64. ഐ എം ഇൻ എ Gen X. 65-നും 79-നും ഒക്കെ ഇടയ്ക്ക് ജനിച്ചതാണ്. വിജു, ഐ തിങ്ക് യു ആർ എ Gen X. Majority of you, maybe. And look at that. Gen Y is 1980 to 1994. And Gen Z എന്നാണ് അവരെ വിളിക്കുക. 95-96-ന് ശേഷം ജനിച്ചവർ, ഇവരാണ് ഈ Gen Z. ഇവരെയാണ് നമ്മൾ ഈ ന്യൂജൻ എന്ന് വിളിക്കുന്നത്. സോ ലെറ്റ് മീ അഷ്യൂർ യു, ഐ ആം ഗോണ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. ശരിയാണെങ്കിൽ ടേബിളിൽ അടിക്കണം. ആർ യു റെഡി? ഇന്ന് നമുക്ക് കിട്ടുന്ന എംപ്ലോയീസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പണിയെടുക്കുന്നില്ല. പ്രോബ്ലം നമ്പർ 1. യെസ്, നോ? ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നില്ല. 3, എല്ലാത്തിനും തലയാട്ടും, പക്ഷെ ചെയ്യില്ല. കാലത്ത് ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇവൻ റിസൈൻ ചെയ്തു പോയി. സാലറി കൊടുക്കുന്നത് നമ്മളാണ്, എന്നിട്ട് നമ്മളും കൂടി പണിയെടുത്തിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. പ്രഷർ ഇട്ട അപ്പ രാജിവെച്ച് പോകും. Have you seen this tendency in your life, the new generation? I'll tell you why. ഈ 1995-96-ന് ശേഷം ജനിച്ച Gen Z എന്ന് പറഞ്ഞ കാറ്റഗറി ഇസ് എ യുണീക്ക് കാറ്റഗറി. അവർ 2019-ഒക്കെ ഇപ്പോൾ ഗ്രാജുവേറ്റ് ആയതാണ്. ആ സമയത്താണ് പാൻഡമിക് വന്നത്. അതോടുകൂടി വർക്ക് ഫ്രം ഹോമും ഇതൊക്കെ ആയിരുന്നു അവർക്ക്. സോ ദേ ആർ എ ടോട്ടലി ഡിഫറെൻറ്റ് ബ്രീഡ്. ബിലീവ് മീ, കഴിഞ്ഞ 1.5 വർഷമായി നമ്പർ ഓഫ് സെഷൻസ് ഹവ് ഡൺ. IT കമ്പനീസ്, ടെക്കി കമ്പനീസ്, എല്ലാ കമ്പനികളിലും മൈ ടോപ്പിക്. ദർ എ കമ്പനി കോൾഡ് Amazon. ഇറ്റ്സ് എൻ അമേരിക്കൻ കമ്പനി. അവരുടെ ചെന്നൈ ഓപ്പറേഷൻസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് 450 പേരുണ്ട്. ആൻഡ് ദേ ഗോട്ട് 18 people ലീഡിങ് ദം. യു നോ വാട്ട് ഇസ് ദ ടോപ്പിക് ഫോർ 2 days?
ലീഡർഷിപ്പാണ് വിഷയം, ബട്ട് ദ ടോപ്പിക് വാസ് നോട്ട് ദ ഹൗ ടു മാനേജ് ജെൻസി. I was there in Chennai training 2 days to them. Because this is a totally different. അപ്പം ഞാൻ ദൈവത്തിനോട് ചോദിച്ചു ഇവരെ എങ്ങനെ മാനേജ് ചെയ്യും? അങ്ങേര് പറയാ ഞാൻ പോലും കണ്ടുപിടിച്ചിട്ടില്ലെന്ന്. അപ്പം ഇനി ആൽഫ എന്നൊക്കെ പറ, അത് കഴിഞ്ഞാൽ അവന്മാരൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ മക്കളൊന്നും എടുത്ത് നോക്കിയേ, എല്ലാവരും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇനിയും ഞാൻ പറയാം, നിങ്ങളുടെ മക്കളെ എടുത്ത് നോക്കിയോ, നമ്മൾ കഴിക്കുന്ന ഒരു സാധനം ഇവർ കഴിക്കൂല. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, രാത്രി മുഴുവൻ ഇത് കുത്തിക്കൊണ്ടിരുന്നോളൂ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന സാധനം വേണ്ട. Have you seen the pattern here? Emerging pattern here? And this is typically like our employees. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദിസ് കോൺസെപ്റ്റ് ഹിയർ. ഈ ജെൻസി ആണ് ഇനി നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടാൻ പോകുന്ന ജെൻസി ആണ്. അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കൊള്ളണം. 1, they're outspoken. They're outspoken. എന്താ കാര്യം എന്നറിയോ? ഒറ്റടിക്ക് മുഖത്ത് വന്ന് കാര്യങ്ങൾ ചോദിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് ചോദിക്കുമോ? നിങ്ങൾ ഇതിൽ ആരെങ്കിലും ജോലി ചെയ്തിട്ട് ബിസിനസ് തുടങ്ങിയവർ ആരെങ്കിലും ഉണ്ടെന്ന് കൈ നോക്കിയേ? ടെൽ മീ സർ. നിങ്ങൾക്ക് നിങ്ങളുടെ ബോസിൻ്റെ അടുത്ത് പോയിട്ട് ഒരു സാലറി ഇൻക്രീസ് ചോദിക്കണം. എനിക്കുണ്ടായിട്ടുണ്ട്. നമ്മളൊരു പഠനം നടത്തും. എങ്ങനെ? ഇങ്ങേരുടെ മൂഡ് എങ്ങനെയാണ്, അതിന് പറ്റിയ സാഹചര്യമാണോ, ഇതൊക്കെ നോക്കി ഒരു മയത്തിൽ എങ്ങനെ സാറേ ഇത് ചിലവൊക്കെ കൂടി പിള്ളേരൊക്കെ ആയി എന്നൊക്കെ ഒരു മയത്തിലാണ് പറയുന്നത്. എഗ്രി? യെസ് ഓർ നോ? ഇനി ജെൻസി സാലറി കൂട്ടുമോ? നമ്മൾ എന്ത് സാലറി കൂട്ടുമോ? 6 മാസമായിട്ടുള്ള വന്നിട്ട്. അപ്പം നമ്മൾ ഇരിക്കുക, നമ്മുടെ പെർഫോമൻസ് കൂട്ടോ ഇല്ലയോ? ആൻഡ് ദിസ് ഗൈ ഈസ് എക്സ്പെക്ടിങ് എ യെസ് ഓർ നോ. യാർ വൈ ആം നോട്ട് ഗിവൺ ദിസ്? അവൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വിചാരം എന്താ അറിയോ? കിട്ടൂല. അപ്പം തന്നെ അവൻ ലിങ്ക്ഡിനിൽ പോയി സ്റ്റാറ്റസ് അവൈലബിൾ. ലുക്ക് അറ്റ് ദാറ്റ്. ആൻഡ് ദ പ്രോബ്ലം വിത്ത് ദിസ്, ദേ ഹാവ് നോ ഫിയർ. നമ്മൾ പേടിച്ച് പിടിച്ചാൽ ചോദിക്കണേ. എന്താ കാര്യം അറിയോ? ഇവന് പോയാൽ അവന് വേറെ പണി കിട്ടും, അതും അല്ലെങ്കിൽ ഫോണും വെച്ച് അവൻ കാശുണ്ടാക്കും അവൻ്റെ വിചാരം. ലുക്ക് അറ്റ് ദാറ്റ്. ഇവരുടെ ടെക്നിക്കൽ സ്കിൽസ് ആർ വെരി ഹൈ, ഹ്യൂമൻ സ്കിൽസ് ആർ 0. ദാറ്റ്സ് അനദർ പ്രോബ്ലം. മൈ വൈഫ് ഹാഡ് എ സർജറി. ഒരു ENT സ്പെഷ്യലിസ്റ്റിന് തൊടുപുഴയിലൊരു ഹോസ്പിറ്റലായിരുന്നു. വരുമ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് നമുക്ക് കോൺടാക്ട്സ് ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്യണം. പാർക്കിംഗ് കിട്ടണം, നമുക്കൊരു VIP ട്രീറ്റ് എല്ലാം സെറ്റ് ചെയ്ത് അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് കുറേ പേര് ഇരിപ്പുണ്ട് ENT കാണാൻ. ഞാൻ ആ നേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങളൊന്ന് അഡ്മിഷൻ വന്നതാണ്, ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പോവാണ്, സർജറിയാണ്. അല്ല സാർ തിരക്കുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പോഴേക്കും ഡോക്ടറെ കണ്ടു. ഡോക്ടർ സണ്ണു, കമിൻ സൈഡ് ഷമി, ഹോ ഫോണിൽ സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ നേരെ സംസാരിക്കുന്നു, അതിൻ്റെ ഇടയിൽ കയറുന്നു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന് 2 ആഴ്ച കഴിഞ്ഞ് എൻ്റെ മൂത്ത മോൻ്റെ കൂടെ ജെൻസിയ അവൻ്റെ കൂടെ വിട്ടത്. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഭാര്യയെ വിളിച്ചു എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ. കണ്ടോ ഡോക്ടറെ? 1 മണിക്കൂറായി പുറത്തിരിക്കണേ. എന്നുവെച്ചാൽ എന്ത് പറ്റി? ഇവനോട് പറയുമ്പോൾ അവൻ പറയാ ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് സമയത്തെ കയറാവൂന്ന്, അവർ വിളിക്കുമെന്ന്. ഞാൻ പറഞ്ഞു നീ എന്ത് പറയുന്നേ? അവിടെ നിങ്ങൾ ഇടയിൽ കൂടെ കണക്ക്. സി ദേ ഡോണ്ട് ഹാവ് എ ഹ്യൂമൻ സ്കിൽ. അവർക്ക് സംസാരിക്കുന്നൊന്നും ഇഷ്ടമല്ല. ഹാവ് യു സീൻ ദിസ് പാറ്റേൺ ഇൻ യുവർ കിഡ്സ് ഓൾസോ? യെസ് ഓർ നോ? ലൂലു മോളിൽ പോയിട്ട് ഏതോ ഒരു റെസ്റ്റോറൻറ്റ് എൻ്റെ മോൻ ഗൂഗിളിൽ നോക്കി നടക്കുന്നു, മറ്റേ മാപ്പിൽ നോക്കി നടക്കുന്നു. ഞാൻ പറഞ്ഞു അവിടെ എങ്ങനെ പോയി ചോദിച്ചിട്ട് ഏത് ഫ്ലോറാന്ന് നോക്കടാ. സി ദേ ബിലീവ്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്നറിയോ? ദേ ലെസ് എക്യുപ്ഡ് ടു മാനേജ് സ്ട്രെസ്. ഇവരുടെ പ്രശ്നം പറഞ്ഞുതരാം. നിങ്ങളൊരു പ്രഷർ ഇട്ടാൽ അവൻ അപ്പം രാജിവെച്ച് പോയിക്കോളും. എഗ്രി ടുഡേ? യെസ് ഓർ നോ? പക്ഷെ നമ്മുടെ പഴയ എംപ്ലോയീസിനെ നിങ്ങൾ വളയ്ക്കും. എത്ര വളച്ചാലും അവൻ അവിടെ നിന്നോളും. അത് നിങ്ങൾക്ക് അറിയാം. ശരിയാണോ? ഇല്ലൊക്കെ ശരിയാണോ? നമ്മൾ എന്ത് പ്രഷർ ഇട്ടാലും അവൻ ആ പ്രഷർ എടുക്കും. ഇവൻ പ്രഷർ എടുക്കില്ല, അപ്പം തന്നെ ഇട്ടിട്ട് പോയി കളയും. ഇവരുടെ വലിയൊരു പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ദേ ക്വിറ്റ് തിങ്സ്. ഇതെന്താ കാര്യം എന്നറിയോ? ഇവർക്കൊരു പ്രോബ്ലം ഉണ്ട്. ദേ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ഫെയിലിയേഴ്സ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഈ ന്യൂജൻ പിള്ളേർ ഈ ഫോണുമായിട്ട് എന്താ ചെയ്യുന്നതെന്നറിയോ? എനിക്കൊരു 20,000 രൂപ ശമ്പളം കൊടുക്കുന്ന വീഡിയോ എടുക്കുന്ന ഒരു പയ്യൻ എൻ്റെ കൂടെയുണ്ട്. കുറേ നാളായി എൻ്റെ മൂത്ത മോൻ വന്നിട്ട് ഡാഡി ആ 14 Pro ഒക്കെ മാറ്റി 16 Pro ഒക്കെ ഇറങ്ങി ഒന്ന് വാങ്ങിക്കുക. ഞാനത് വെച്ചിട്ടിങ്ങനെ എന്തിനാ വെറുതെ, എന്ത് കാര്യം, എന്താ കുഴപ്പം? ഇനി 1.5 ലക്ഷം കൊണ്ട് അത് വാങ്ങി. 20,000 രൂപ ശമ്പളമുള്ള എൻ്റെ എംപ്ലോയി 16 Pro Max ആയിട്ട് നിൽക്കുന്നു. എന്നുവെച്ചാൽ എവിടെ നിന്നാ മോനെ? EMI എടുത്താ. അവൻ കഴിഞ്ഞ മാസമാണ് മറ്റേ ആപ്പിളിൻ്റെ ലാപ്ടോപ്പ് എടുത്തത് EMI. ഇവർക്ക് ഈ പൈസയൊന്നും വേറെ കാര്യത്തിനൊന്നും അല്ല, ഈ ഷോ കാണിക്കാനാ. പൈസയും കൊടുത്താൽ അവന് പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ അവന് വേണം. കാരണം അവന് ഇതൊക്കെ ഇതാണ് അവന് വേണ്ടത്. അവൻ ഈ ഔട്ടർ വേൾഡിലേക്ക് അവൻ സക്സസ്ഫുൾ ആണെന്ന് പ്രൊജക്ട് ചെയ്യും. ഹാവ് യു സീൻ ഫുൾ ടൈം ഇവർ ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കും. ആ ഫിൽറ്ററൊക്കെ ഇട്ട് കണ്ട നയൻതാരയുടെ പോലെ ഇരിക്കും, നേരിട്ട് കണ്ട കോവൈസറിലെ പോലെ ഇരിക്കും. ഇത് തന്നെ ഫിൽറ്റർ ഇട്ട് ഫോട്ടോ എടുക്കും, ഇത് തന്നെ പരിപാടി. കാരണം എന്താ അറിയോ? ഇവർക്ക് ഈ സോഷ്യൽ മീഡിയയിലാണ് വിശ്വാസം. നമ്മളൊന്നും വിശ്വാസമില്ല, നമ്മൾ നേരിട്ട് പറഞ്ഞാലും വിശ്വസിക്കില്ല. എൻ്റെ മൂത്ത മോനും വൈഫും കൂടി ഒരു സ്കിൻ ഡോക്ടറെ കാണാൻ ഒരു അലർജി വന്നിട്ട് പോയതാ.
ഈ ഡോക്ടർ അവിടെ ഇരുന്ന് മരുന്ന് എഴുതുമ്പോൾ എൻ്റെ അവനെ മോനിരുന്നിട്ട് അവൻ അവിടെ ഇരുന്ന് ടൈപ്പ് ചെയ്യുക സൈഡ് എഫക്ട്സ് ഓഫ് ഓയിൽമെന്റ്. ഈ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തപ്പോൾ ഡോക്ടർ ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടല്ലേ. അയാൾ ഞെട്ടിപ്പോയി. മോനോട് ആര് പറഞ്ഞു? ഈ ഗൂഗിളിൽ അടിച്ചു നോക്കി. തിരിച്ചു വെച്ചിട്ട് ഡോക്ടർ എന്നാ താൻ എഴുതിക്കോന്ന്. അപ്പൊ ഇവൻ എന്ത് അല്ല മരുന്ന് എഴുതിക്കോ. അല്ല എനിക്കറിയില്ല, ഞാനാണോ ഡോക്ടർ താനാണോ ഡോക്ടർ? അവൻ പറഞ്ഞു ഡോക്ടറാണ് ഡോക്ടർ. എന്നാ ഞാൻ തരും, താൻ തേച്ചോന്ന് പറഞ്ഞു. ഇവന്മാരൊരു മനുഷ്യനെ പോലും വിശ്വസിക്കില്ല എന്ന്. ലുക്ക് അറ്റ് ദാറ്റ്. ഇവരുടെ പ്രശ്നങ്ങൾ പലതാണ്. അപ്പോൾ ഇതിന് പരിഹാരം കൂടി ഞാൻ പറയണമല്ലോ. യു ഹാവ് ടു ഹെൽപ്പ് ജെൻസി. ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ്. ഇതെന്താ കാര്യം എന്നറിയോ? നമ്മുടെ എല്ലാവരും പ്രശ്നം ഞാനിപ്പോൾ തീർത്തു തരാം. നമ്മുടെ വിചാരം ഇവരൊക്കെ മെച്യൂരിറ്റി കാണിച്ച് നമ്മളോടൊപ്പം ഇങ്ങോട്ട് വരും. ഒരു കാലത്തും വരാൻ പോണില്ല. യു ഹാവ് ടു ഓപ്ഷൻ. ഒന്നുകിൽ മല ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ നമ്മൾ മലയുടെ അടുത്തോട്ട് പോകണം. മല എന്തായാലും ഇങ്ങോട്ട് വരില്ല. വി ഹാവ് ടു ഗോ ടു ദെയർ ലെവൽ. സോ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഐ ഹവ് അണ്ടർസ്റ്റുഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദം. മൈൻഡ് ഇറ്റ്. എൻ്റെ ഒരു 60 to 70% ഓഫ് ട്രെയിനിങ് ടുഡേ ഇസ് ഓൾ ടെക് കമ്പനീസ്, അങ്ങനെയുള്ള കമ്പനീസിലാണ്. എൻ്റെ ഓഡിയൻസിൽ ഇപ്പോൾ എൻ്റെ ചാലഞ്ച് എന്താണെന്നറിയോ? 90% ഓഫ് മൈ ഓഡിയൻസ് ആർ ജെൻസി. കൊച്ചു പിള്ളേരാ. ഈ അതേ കൊച്ചിയിലുള്ളൊരു കമ്പനിയുടെ ഞാൻ സെഷൻ ചെയ്യുന്ന സമയത്ത് ടീ ബ്രേക്ക് ആയപ്പോഴാണ് ഒരുത്തൻ എൻ്റെ തോളത്തിട്ട് ബ്രോ ചായ കുടിക്കാമെന്ന്. ഞാൻ ഞെട്ടി. ബ്രോയോ? പണ്ടായിരുന്ന ഞാൻ ഞെട്ടീന. ഞാൻ പറഞ്ഞു ബ്രോ നമുക്ക് ഒരുമിച്ച് കുടിക്കാം. യു ഹാവ് ടു ഗെറ്റ് ടു ദ ലെവൽ. ഇത് എന്താ പ്രശ്നം എന്നറിയോ? നമ്മൾ ഈ പ്രായമൊക്കെ ആയപ്പോൾ ഇത്തിരി മസിൽ പിടുത്തോ. ഇവന്മാരുടെ മുമ്പിൽ പോയി മസിൽ പിടിച്ചു. എന്താ ഈ ജോലി? ഇവൻ ഇപ്പൊ ചെയ്യും ഞാൻ. ഇവർക്ക് അതൊന്നും പറ്റില്ല. യു ഹാവ് ടു ഗെറ്റ് ടു ദെയർ ലെവൽ. യു ഹാവ് ടു ഷോ എംപതി. How many of you seen there's a movie called പ്രേമലു എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? റീസെൻ്റ്ലി ദിവസം എ മൂവി. ഐ റിമെമ്പർ മീ വൈഫ് ആൻഡ് ചിൽഡ്രൻ. അത് കഴിഞ്ഞിട്ട് നേരെ കാറിൽ കയറുന്ന സമയത്താണ് എൻ്റെ വൈഫ് തിരിഞ്ഞിട്ട് എന്നെ, എന്ത് സിനിമയല്ലേ, തലവേദന എടുത്തിട്ട് വയ്യ, എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി. ഇത് പറഞ്ഞത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. പുറകിൽ നിന്ന് 2 AK-47 എടുത്തോടെ. എന്താ സിനിമയ്ക്ക് കുഴപ്പം? ഭാര്യ തിരിഞ്ഞിട്ട് നിന്നാണ് അതിലുള്ള ഒരു പെങ്കൊച്ച് ആങ്കൊച്ച് കണ്ട അപ്പം തന്നെ ഐ ലവ് യു. പിന്നെ ഹൈദരാബാദ് ഓണ്. ഉടനെ തന്നെ പിള്ളേർ 2 കൂടി അതിനെന്താ കുഴപ്പമെന്ന്. എടാ ഇങ്ങനെയൊക്കെയാണോ? ഉടനെ ഒരുത്തൻ ചെറിയവൻ എൻ്റെ ഫോൻ്റെ എടുത്തിട്ട് പറയില്ല, മമ്മിക്ക് ഞങ്ങളുടെ ഫീലിങ്സ് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന്. അടുത്ത പ്രശ്നം, എന്ത് ഫീലിങ്സ് ആണ് നിനക്കൊക്കെ ഉള്ളേ? അവിടെ കുസ്തി കൊടുക്കും. ഞാൻ പറഞ്ഞു മിണ്ടല്ലേ. വീട്ടിലെത്തിയപ്പോൾ ഭാര്യനോട് ചോദിക്കുക, നിങ്ങൾക്ക് ആ പടം ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടോ എന്ന്. അതെന്താ? ഞാനിപ്പോൾ ജെൻസിക്ക് പഠിക്കുക. എൻ്റെ ബെഡ്റൂമിൻ്റെ തൊട്ടടുത്ത ഇളയവൻ്റെ ബെഡ്റൂം. ഞാൻ ബെഡ്റൂമിലോട്ട് പോകുമ്പോൾ അവിടെ ഭയങ്കര ബഹളം. ഞാനൊന്ന് ഡോറ് നോക്ക് ചെയ്തിട്ട് അകത്തോട്ട് നോക്കിയപ്പോൾ അഗെയിൻ ദർ ഇസ് അനദർ ലെസൺ. ജെൻസി മക്കളുണ്ടെങ്കിൽ, ആൽഫ കിഡ്സ് ഉണ്ടെങ്കിൽ ഡോറ് നോക്ക് ചെയ്യാതെ കയറരുത്. മൈൻഡ് ഇറ്റ്. ഐ ഹവ് ടോൾഡ് മൈ വൈഫ് ആൻഡ് ഷീ സെയിങ് മീ, നമ്മുടെ വീട്ടിൽ നമ്മുടെ പിള്ളേർ ഡോറ് നോക്ക് ചെയ്യണമെന്നോ? എനിക്ക് മനസ്സില്ല. ഞാൻ പറഞ്ഞു നീ വല്ല പ്രശ്നത്തിലാവും, നീ മര്യാദയ്ക്ക് കൊട്ടിയിട്ട് കയറിക്കോളണം. ഞാൻ കൊട്ടുമ്പോൾ ഒരു 5-8 പിള്ളേർ റൗണ്ടായിട്ട് ഇരിപ്പുണ്ട്. ഭയങ്കര ചെളിയും കളി. പെട്ടെന്ന് സൈലന്റ് ആയി. അപ്പൊ ഞാനല്ല, ഹായ് ഗൈസ് ഹൗ ആർ യു? ഫൈൻ അങ്കിൾ. ഞാൻ ചോദിച്ചു എന്താ പരിപാടി ഇവിടെ? ഒന്നുമില്ല അങ്കിൾ. അപ്പൊ ഇവരെല്ലാരും കൂടി എൻ്റെ മോനെ നോക്കുക. അപ്പൊ അവൻ അവരെ നോക്കിയിട്ട് പറയാ, കുഴപ്പമില്ലടാ ഡാഡി ചില്ലെന്ന്. ബുമ്മാരുടെ ലാംഗ്വേജ് ഒക്കെ. ഞാൻ പറഞ്ഞു മാറിയ മോനെ. അതിൻ്റെ ഇടയിൽ കയറി എന്താ ഡിസ്കഷൻ? ഒന്നുമില്ല അങ്കിൾ. ഗേൾ ഫ്രണ്ട്സ്? അല്ല അങ്കിൾ, ഞങ്ങൾ ഗെയിമിനെ കുറിച്ചാ. ഇപ്പൊ ആ ലെവലിലൊക്കെ ഇറങ്ങിയാലും നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. സോ ഹിയർ വാട്ട് യു ഡു, അക്സെപ്റ്റ് ദം. അവർ നല്ല ആൾക്കാരാന്നേ. അവരുടെ ലെവലിലേക്ക് ഒന്ന് ഇറങ്ങി നിന്നാൽ നല്ല പിള്ളേരാ. ഇനി നമുക്കറിയാൻ പാടില്ലാത്തൊരു പണി അവർക്കറിയാം, ടെക്നോളജി. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഈ ഫോൺ, എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മളെക്കാളും നന്നായി ഈ ഫോണും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ അറിയാം? എഗ്രി? യെസ് ഓർ നോ? ഈ ഐഫോണിലിടയ്ക്ക് എന്തോ ഒരു സാധനം കാണിച്ചപ്പോൾ മോനോട് പറഞ്ഞ അടുത്ത, എടാ ഇതെന്താന്ന് നോക്കിയേ. അവൻ 2 കുത്തു വന്നിട്ട് തിരിച്ചു വന്നു. ഞാൻ ചോദിച്ചു എന്താ നീ ചെയ്തേ? അതൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നതാ. ഞാൻ പറഞ്ഞു നീ ഒന്ന് കാണിച്ചിട്ട് ചെയ്യായിരുന്നില്ലേ? ഇതൊന്നും അറിയാതെയാണോ ട്രെയിനറായിട്ട് നടക്കണേ? ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ലടാ, നീ ഒന്ന് കാണിച്ചു തന്നിരുന്ന ഞാൻ ചെയ്തതിന് അടുത്ത പ്രാവശ്യം. സി there is no problem in going and learning from them. They're very good here. Techies ആണ് അവര്. Learn the language. ഇന്ന് അവരുടെ പ്രശ്നം എന്നറിയോ? ബ്രോ, ചിൽ, കുറെ ലാംഗ്വേജ് ഉണ്ട്. വിജുവൊക്കെ എൻ്റെ ആശാനാട്ടോ. വിജു പയ്യനാ. വിജുവിൻ്റെ കൂടെയുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടോ? എല്ലാം 18, 19, 20 വയസ്സുള്ള പിള്ളേരാ. സി യു ഹാവ് ടു ഗെറ്റ് ടു ദെയർ ലെവൽ. ഐ തിങ്ക് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ലെവലിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. ഇനി ഇതെന്താ കാര്യം എന്നറിയോ? ഇവരെ നമ്മളൊന്ന് ഹാൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വിജയിക്കും. ഇന്ന് ഈ ജനറേഷൻ നമ്മുടെ ബിസിനസ്സിലുണ്ട്. അവർ വരും. ഇനി അവരെ കിട്ടുകയുള്ളൂ.
ഒന്നുകിൽ അവർ നന്നാവണം അല്ലെങ്കിൽ നമ്മൾ നന്നാവണം. അവർ നന്നാവാനൊന്നും പോകുന്നില്ല. അവരുടെ ലെവലിലേക്ക് ഒന്ന് ഇറങ്ങി ഹാൻഡ് ഹോൾഡ് ചെയ്ത് കുറച്ച് ഹ്യൂമൻ സ്കിൽസും കൂടി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഐ എം ഷുവർ ദേ വിൽ ട്രാൻസ്ഫോം. ബിക്കോസ് ദ ജനറേഷൻ ഇസ് ഗുഡ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ദ വെരി ഗുഡ് കിഡ്സ്. എനിക്ക് മനസ്സിലായത് നല്ല കുട്ടികളാണ് അവർ. അവർ ടെക്കീസാണ്, നമ്മളെക്കാളും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട്. പക്ഷേ ഇവരുടെ പ്രശ്നം എന്നറിയോ, ഇൻഫർമേഷൻസ് ഓൺ ഫിംഗർ ടിപ്സ്. നോളജ് എന്ന് പറഞ്ഞ സാധനമില്ല, ഇൻഫർമേഷനാണ്. ഈ സാധനം ഉള്ളതുകൊണ്ട്, ഗൂഗിളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇൻഫർമേഷനാണ്. സോ ഐ എം ഗെറ്റിംഗ് ഇൻ ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, മൈ ഫേവറേറ്റ് തിങ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. സി അൾട്ടിമേറ്റ്ലി ആ ബിസിനസ് വളരണമെങ്കിൽ സെയിൽസ് നടക്കണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ കോൾ ദിസ് ഇസ് കൺഫെഷൻസ് ഓഫ് എ സെയിൽസ്മാൻ. നിങ്ങളൊരു സ്ഥാപനം എടുത്താൽ അവിടെ എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരേ ഒരു ആക്ടിവിറ്റിയാണ് പണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുന്നത്. അതേതാ? സെയിൽസ്. സോ ബേസിക്കലി ഒരു ഓർഗനൈസേഷനിൽ ഇഫ് യു ക്യാൻ സെറ്റ് എ കൾച്ചർ ലൈക്ക് ദിസ്, യു ആർ സക്സസ്ഫുൾ. ഒരു ഓർഗനൈസേഷനിൽ 2 ഡിപ്പാർട്ട്മെന്റേ ഉള്ളൂ, അല്ല ഉണ്ടാവാൻ പാടുള്ളൂ. ഒന്ന് സെയിൽസ് ആണ്, മറ്റേത് നോക്കിയേ. ബാക്കി എല്ലാവരും ചെയ്യുന്ന സെയിൽസ് സപ്പോർട്ടാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ചിലർ എന്നോട് ചോദിക്കും, അല്ല അപ്പൊ പർച്ചേസ് ചെയ്യണ്ടേ? വിൽക്കാൻ പറ്റിയാലേ പർച്ചേസ് ചെയ്യണ്ടാവും. അപ്പൊ ബില്ലടിക്കണ്ടേ? വിറ്റാലല്ലേ ബില്ലടിക്കേണ്ട ആവശ്യമുള്ളൂ. സി ദിസ് കൾച്ചർ യു ഹാവ് ടു സെറ്റ്. ഡിപ്പാർട്ട്മെന്റിന്റെ പേരൊക്കെ ഇട്ടോ, സെയിൽസ് ആൻഡ് സെയിൽസ് സപ്പോർട്ട്. അവിടെയാണ് ചോദ്യം. ഈ സെയിൽസ് ഇനിയും നന്നായി നടക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി. എല്ലാവരും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സ്റ്റോപ്പ് സെല്ലിങ്. അതുകൊള്ള നേരെ ഇത്ര നേരം സെല്ല് ചെയ്യാൻ പറഞ്ഞിട്ട് പറയാ സ്റ്റോപ്പ് സെല്ലിങ്. അതെ, സെൽ, SEL. ലോകത്തെ ഏറ്റവും വൃത്തികെട്ട വാക്കുകളിൽ ഒന്നായിക്കൊണ്ടിരിക്കുക. ഇന്ന് എല്ലാവർക്കും ഒരു ഉൽപ്പന്നം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആരെങ്കിലും വിൽക്കാൻ ചെന്ന് അവർക്ക് ടെൻഷനാവും. അതിന് പറഞ്ഞ ഞാനൊരു വിത്ത് നിങ്ങൾക്ക് തരാം, ഹെൽപ്പ്. എന്നത് നിങ്ങൾ പഠിക്കുന്നോ നിങ്ങൾ രക്ഷപ്പെടും. സോ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ, സെല്ലിങ്ങും ഹെൽപ്പിങ്ങും ഒന്നാണോ? അല്ല. സി ഇന്ന് എല്ലാവർക്കും ഒരു ഉൽപ്പന്നം വാങ്ങാൻ ഇഷ്ടമാണ്, പക്ഷെ ആരെങ്കിലും വിൽക്കാൻ ടെലിമാർക്കറ്റിംഗ് അതെന്ന് പറഞ്ഞ് വിളിച്ചാൽ ടെൻഷനാവും. ആക്ച്വലി സെല്ലിങ്ങും ഹെൽപ്പിങ്ങും ജെനുവനായിട്ട് നമ്മുടെ എംപ്ലോയീസിനെ പഠിപ്പിക്കേണ്ടത്. ഇൻ ആ ബിസിനസ് വി ഗോട്ട് എ പ്രോഡക്റ്റ് ഓർ സർവീസ്, വി ഗോട്ട് ടു ഹെൽപ്പ് അവർ കസ്റ്റമേഴ്സ്. അതൊരു വേറെ ഫീലാണ്. I'll set a small example so you'll understand. Some years back, I was there in Chennai with my family. I've got a lot of clients in Chennai, including construction people, building people, and builders again. I was staying there. 2 ദിവസം ചെന്നൈ, 2 ദിവസം പോണ്ടിച്ചേരി. ക്രിസ്മസ് വെക്കേഷൻ ആണ്. സോ ഐ ആസ്ക്ഡ് മൈ ചിൽഡ്രൻ, അവർ ആദ്യമായിട്ട് വരണം എൻ്റെ കൂടെ. നിങ്ങൾക്ക് എവിടെയാണ് പോകണ്ടേ? മോൾ. ഞാൻ പറഞ്ഞാൽ പിന്നെ ലുലു മോളിൽ പോയാൽ പോയിരുന്നു. എല്ലാത്തിനും പിടിച്ചുകൊണ്ട് നേരെ ഫെനിക്സ് മോളിൽ പോയവർ ആരെങ്കിലും ഉണ്ടെന്ന് കൈപോക്കി ചെന്നൈയിലെ? താങ്ക് യു. അതിനകത്തൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് കറങ്ങി നടക്കുന്ന സമയത്താണ് മൈ സൺ വാസ് സെയിങ്, ഇപ്പൊ നമുക്ക് ലക്സ് PVR ലക്സ് ഇവിടെ ഉണ്ട്, അന്ന് ഇതില്ലായിരുന്നു. ഈ ഫിനിക്സ് മോളിൽ അന്നുണ്ട്. ഈസ് ഇറ്റ് ഡാഡി, ലക്സ് ഭയങ്കര വലുതാ, നമുക്കൊന്ന് കണ്ടാലോ? ഓക്കെ, വി ബുക്ക്ഡ് എ മൂവി. ഒരു 1/2 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. തൊട്ട് റൈറ്റ് സൈഡിൽ ഇവിടെ ലൈഫ് സ്റ്റൈലുണ്ട്, ഒരു 50% ഓഫ് എന്നൊക്കെ എഴുതി. ഞാൻ വെറുതെ ഒരു വിൻഡോ ഷോപ്പിംഗ്, ഞാൻ ഈ കോട്ട് ഇടുന്ന ആളായതുകൊണ്ട് അവിടെ ചെന്നാൽ അത് നോക്കും. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ് ഇസ് ബേജോ കാക്കി കളറോ എന്തൊക്കെ പറയും. ഞാനിത് എടുത്തിട്ട് ആ പെൺകുട്ടി സെയിൽസ് ഗേളിനോട് ചോദിച്ചു, ഇതെനിക്ക് കറക്റ്റ് ആയിരിക്കുമോ? സർ ഒന്ന് ട്രൈ നോക്കൂ. ബട്ട് ട്രൗസർ അത് സ്ലിം ഫിറ്റ് ആണ്, യു ഷുഡ് ഡബിൾ ചെക്ക്, ഒന്ന് ട്രൈ നോക്കൂ. കോട്ടൊക്കെ കറക്റ്റ് ആയിരുന്നു, പക്ഷേ സ്ലിം ഫിറ്റ് ആണെന്ന് പറഞ്ഞ സാധനത്തിന്റെ ഇറക്കം കുറവാണ്. ഞാൻ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇറക്കം കുറവാണ്. അതാ സർ ഞാൻ പറഞ്ഞേ, ഐ എം റിയലി സോറി. ഞാൻ ചോദിച്ചു, ഒന്ന് ഇത് കൂട്ടാൻ പറ്റുമോ? പറ്റില്ല സർ. അതെന്താ? ഞങ്ങൾ കുറയ്ക്കുള്ളൂ, കൂട്ടൂല. ചോദിച്ചു, അതെന്താ? അതങ്ങനെയാ സർ. അപ്പോഴേക്കും എൻ്റെ മോൻ, ഡാഡി പോയാലോ സിനിമ? ഓക്കെ, അവിടെ ഇട്ടിട്ട് പോയി. പിറ്റേ ദിവസം ഞങ്ങൾ MGM എന്ന് പറയും, അവിടെയാണ് പോകാൻ പ്ലാൻ ചെയ്തിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി MGMന്റെ അവിടെ മഴ പെയ്തു. ദെൻ വി വെന്റ് ടു അനദർ മോൾ, എക്സ്പ്രസ് അവന്യൂ മോൾ. അവിടെ പോയവർക്കറിയാം. ഞങ്ങൾ അവിടെയും കറങ്ങി നടക്കാം. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് പോണ്ടിച്ചേരിക്ക് പോകണം. അതിനകത്ത് ഞാൻ കണ്ടു അവിടെയുണ്ട് ലൈഫ് സ്റ്റൈൽ 50% ഓഫർ. അപ്പം എൻ്റെ തലേദിവസം എൻ്റെ തലയ്ക്ക് ഇത് പിടിച്ചതുകൊണ്ട് ഞാൻ നേരെ എൻ്റെ വൈഫിനും പിള്ളേരും 50% നിങ്ങളുടെ എടുത്തോട്ടോ, വെൽക്കം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അവിടെ ഒരു കോട്ടിട്ട് സ്ത്രീ നിൽപ്പുണ്ട്, സെയിൽസ് ഗേൾ. ഞാൻ ഈ കോട്ട് കണ്ടുപിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാനിത് ട്രൈ ചെയ്തതാണ്, ഇതിൻ്റെ ഈ ട്രൗസറിൻ്റെ ഇറക്കം, പാൻറ്റിൻ്റെ ഇറക്കം ഒരു ഇത്തിരി ഒന്ന് കൂട്ടി തന്നാൽ ബില്ലടിച്ചോ? അയ്യോ സാർ പറ്റില്ല. ഞാൻ ചോദിച്ചാൽ അതെന്താ? ഞങ്ങൾ കുറയ്ക്കുള്ളൂ, കൂട്ടൂല. അത് തന്നെ തത്ത പറയുന്ന പോലെ. ഞാൻ ചോദിച്ചു, അതെന്താ സാർ? ഇത് ഇത്രയല്ലേ ഉള്ളൂ, അതെങ്ങനെ ചെയ്യാം? ഞാൻ ചോദിച്ചു, ടൈലറോടൊന്ന് ചോദിക്കൂ. സാർ അവിടെ ചെന്നാൽ ഇന്ന് ക്രിസ്മസിന് തലേദിവസോ ബഹളം, അവരൊന്നും സമ്മതിക്കില്ല സാർ. സാർ ബ്ലാക്ക് നോക്കൂ, ബ്ലൂ നോക്കൂ, ആഷ് നോക്കൂ. ഞാൻ പറഞ്ഞു, അതെല്ലാം എനിക്ക് ഉള്ളതാണല്ലോ. ഐ എം റിയലി സോറി സാർ. എൻ്റെ ഒന്ന് പിടിച്ച് വാങ്ങിച്ച് അവിടെ തൂക്കിയിട്ടു. ഞാനന്ന് തിരിയാൻ നോക്കുമ്പോഴാണ് എൻ്റെ പുറകിലൊരു പയ്യൻ, ഇവനാ. എനിക്ക് മിമിക്രി ഒന്നും അറിയില്ല, പക്ഷെ പുറയുന്ന വന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കി, എന്താന്ന്? ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, ആരാ ഇത്? എന്താ ചോദിക്കണേ? ഓ സോറി സാർ, അത് വിഘ്നേഷ്, ഇവിടുത്തെ സെയിൽസ്മാൻ ആണ്. സംസാരിക്കില്ല, ചെവിയും കേൾക്കില്ല. ഞാൻ മനസ്സിൽ പറഞ്ഞു, നന്നായി. പക്ഷെ കളിയാക്കുന്ന ശരിയല്ല. ഞാൻ എന്താ ഇയാൾ ചോദിക്കുന്നത്? സാറിന് എന്താ വേണ്ടെന്ന്. അപ്പൊ ഞാൻ അറിയാവുന്ന ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ കാണിച്ചപ്പോൾ എടുത്തിട്ടിട്ട് ഫോളോ മീന്ന് ഒറ്റ പോക്ക്. അവന്റെ പുറകെ ഓടി ചെല്ലുമ്പോൾ അവൻ റൈറ്റിലോട്ട് കയറിപ്പോയി. അവിടെ ചെല്ലുമ്പോൾ ഒരു ചെറിയ ടൈലറിങ് യൂണിറ്റ്, ഒരു 3 പേര് കുന്നുപോലെ ഡ്രസ്സും കിടപ്പുണ്ട് തയ്ക്കുന്നുണ്ട്. ഞാൻ അകത്ത് കല്ലോട്ട് ഇവൻ പോയി ഒരാളെ തോണ്ടുക, ഇതെല്ലാം മുടിയാതെ മുടിയാതെ. ഇയാൾ എന്നെ കണ്ടത് സാറിന്റെ ആണോ? അതെ. സാറിനത് ഇറക്കം കുറയ്ക്കാൻ കൂട്ടാനല്ലേ? അതെ. പറ്റില്ല സാർ. അതെന്താ? ഞങ്ങൾ കുറയ്ക്കുള്ളൂ, കൂട്ടൂല. അത് തന്നെ.
കൂട്ടിയല്ലോ എന്താ സാർ, ഇത്രയേ ഉള്ളൂ സാർ, ഇത് എങ്ങനെ കൂട്ടുന്ന ബീഡിങ് ഇത്ര? എനിക്കൊരു ഇത്തിരി കിട്ടിയാൽ മതി സാർ, ഇതൊക്കെ പറയാം അവസാനത്ത് എൻ്റെ തലയിലാവും. ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, മറ്റവൻ ഒരു കത്രി എടുത്ത് ഇത് രണ്ടും കൂടി പിടിച്ചു, എന്നിട്ട് ഇയാളെ തോണ്ടിയിട്ട് അടിച്ചോളാൻ. മറ്റേ ആൾ ചാടാ, സൊമ്പേരി നീ എന്തായി കാണിച്ചത്, ബില്ലടിക്കാൻ സാധനം നീ എന്തിനാടാ അഴിച്ചത്, ഇത് എന്റെ തലയിലാവില്ലടാ. പിന്നെ തമിഴിൽ പൊളിച്ചു തെറി. എനിക്ക് തമിഴ് മനസ്സിലാവട്ടോ, പക്ഷെ ഇവന് ചെവിയേക്കൂല്ലോ. ഇവൻ ആ ടേപ്പ് എടുത്തിട്ട് അളന്നു നോക്കാൻ, ഇയാളുടെ ദേഷ്യം വന്ന് കൈയും കലകറും. അളന്നു നോക്കിയപ്പോ കറക്റ്റാ. മറ്റവൻ ഞാൻ പറഞ്ഞില്ലേ എന്ന്. ഇയാൾ എന്നെ നോക്കിയിട്ട് സാറിന് ബീഡിങ് ഇത്രയും ഉണ്ടാവുള്ളൂ, മതിയോ? ഞാൻ പറഞ്ഞതല്ലേ ഞാനീ പറയുന്നേ, ഇറ്റ്സ് ഓക്കെ സാർ. അത് തുണി കിടക്കുന്നുണ്ടോ സാറ്, കാര്യം ചെയ്ത് പിടിച്ച് ബില്ലടിച്ചുകൊണ്ടെന്ന് ഇവിടെ വെച്ചേക്ക്, വൈകിട്ട് ഒരു 7 മണിയാകുമ്പോൾ ഞാൻ തന്നേക്കാം. ഞാൻ സമയം നോക്കിയപ്പോൾ 11 മണി. ഞാൻ ചിരിച്ചോണ്ടോ, അയ്യോ ഞാൻ തമിഴ് പറഞ്ഞൊന്നുള്ളൂ, ഞാൻ തമിഴനൊന്നും അല്ല, അതുകൊണ്ട് തരുകയാണെങ്കിൽ എനിക്ക് വേഗം തരണം. സോറി സാർ, ഇത്രയധികം പെൻഡിങ് കിടക്കുമ്പോൾ ഔട്ട് ഓഫ് ദി വേ സാറിന് അടിച്ചുതരാൻ നമ്മൾ തമ്മിൽ പരിചയമൊന്നുമില്ല, ഞാനത് ചെയ്തു കൊടുക്കാറില്ല, ഇവൻ കിടന്ന് ബഹളം ഉണ്ടാക്കിയത് കൊണ്ടാണ്. സോറി, എൻ്റെ നിന്ന് വാങ്ങിച്ച് ആ സാധനം അവിടെ ഇട്ടു. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? ഞാൻ നേരെ തിരിഞ്ഞു നടക്കുമ്പോൾ മറ്റവൻ എന്നെ തോണ്ടിയിട്ട് എന്താ പറഞ്ഞതെന്ന്. ഓ, അറിയാവുന്ന ഭാഷയിൽ ഞാനിങ്ങനെ കാണിച്ചു. 7 മണി. ഇവൻ എന്നോട് ഉടനെ തന്നെ അവൻ മറ്റേ ആളൊരു തോണ്ടങ്ങോട്ട് തോണ്ടിയിട്ട് 10 മിനിറ്റ് തരാമെന്ന്. മറ്റേ ആള് മുടിയാത് 10 മിനിറ്റ്. മറ്റവൻ തന്നേക്ക സ്വാമി, നീ ബില്ലടിച്ചുകൊണ്ട് വരാൻ. എന്നെ നോക്കിക്കൊണ്ട് ഇവൻ ചോദിക്കുക ഓക്കെ ആണോ? എനിക്ക് ഡബിൾ ഓക്കെ അല്ലേ? ഇവൻ നേരെ അവിടെ പോയി ബില്ലടിക്കാൻ നേരത്തെ ഞാൻ ഫോട്ടോ എടുത്തത്. അപ്പോഴേ അവൻ എന്നോട് ചോദിക്കുന്നത് എൻ്റെ പ്രൊഫഷൻ എന്തോന്നാ. ഞാൻ ഈ കോട്ടൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്തു. അവന് മനസ്സിലായോന്നറിയില്ല. അവൻ എന്നെ കൊണ്ട് അവിടെ നടക്കാൻ തുടങ്ങി. അവന് മനസ്സിലായി 50% എടുക്കുമെന്ന്. ഏതെങ്കിലും തൊട്ടാ അത് ഓടരുത്, ഇങ്ങനെ കാണിച്ചെടുത്തോളണം, 50. ചുരുക്കി പറഞ്ഞാൽ ഒരു 20 മിനിറ്റ് ഒച്ചപ്പാടും ബഹളമായിരുന്നു. ദാ സ്ക്രീനിൽ കാണുന്ന യു ക്യാൻ സീ ദ ട്രൗസർ. ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും. ദാ ഇത് വിഘ്നേഷ്. അവൻ്റെ നെഞ്ചിൽ എഴുതി വെച്ചോണ്ട് സംസാരിക്കാനാവില്ല, ചെവിയും കാണില്ല എന്ന്, കേൾക്കില്ല എന്ന്. 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ച സാധനം. അധികമൊന്നുമില്ല. ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 3 കോട്ട്, 2 പാൻസ്, 2 ഷർട്ട്, 3 വേസ്റ്റ് കോട്ട്, ഡിസ്കൗണ്ട് കഴിഞ്ഞ് 36,500 രൂപ ആയുള്ളൂ. ഞാൻ ആ പെങ്കൊച്ചിനോട് ചോദിച്ചു, വിഘ്നേഷ് ഇങ്ങനെയാണോ എല്ലാവരോടും? എന്നോട് ഇങ്ങനെയാണോ? അയ്യോ സർ, വിഘ്നേഷ് ഇങ്ങനെയാണോ എന്നല്ല, കഴിഞ്ഞ 2.5 വർഷമായി ചെന്നൈ ലൈഫ് സ്റ്റൈലിലെ ഏറ്റവും മികച്ച സെയിൽസ്മാനും ഏറ്റവും അധികം ഇൻസെന്റീവ് വാങ്ങുന്ന വിഘ്നേഷാണ്. അവന് സംസാരിക്കാനാവില്ല, ചെവിയും കേൾക്കില്ല. ഐ സല്യൂട്ട് ദാറ്റ് ബോയ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത് ഞാൻ പറയട്ടെ. ഓടിച്ചെന്ന സെയിൽസ്മാനെ എടുത്ത് കിണറ്റിലിടുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? സിമ്പിൾ. മറ്റ് 2 സ്ത്രീകളും എനിക്കൊരു ഉൽപ്പന്നം വിൽക്കാൻ നോക്കിയപ്പോൾ ഇവൻ എന്താ ചെയ്തത്? ഇവൻ അത് എന്നെ ഹെൽപ്പ് ചെയ്യാനാണ്. When I started Jack, Amal and all is here, they have attended my Eagle program. When I started my first batch, I never knew this. ഇവർ തന്നെ റെഫർ ചെയ്ത് വരുമെന്ന്. വെൻ 25th ബാച്ച് റൺ ചെയ്യുന്ന സമയത്താണ് ഹോളിഡേയിൽ പാൻഡമിക് വന്നത്. ബട്ട് ദാറ്റ് ഹെൽപ്പ് മീ ടു സ്കെയിൽ അപ്പ് ത്രൂ ഓൺലൈൻ. ആൻഡ് ടുഡേ ഐ ഹാവ് ഗോട്ട് 94 ബാച്ചസ്, 15 കൺട്രീസിൽ 1450 സംരംഭകരുണ്ട്. Incidentally, it has become a big community, and I'm running my 94th batch, and I have not spent a penny to market it. And everyone has referred someone. Jack, right? Everyone. Jack and brother vannittund. Everyone is referring. You know why? Because I'm trying to help them. I run a channel called Spark Stories, and so many people have got investment through that. 80 കോടിയും 5 കോടിയും 10 കോടിയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയവരുണ്ട്. And I'm so happy for it. I'm not getting any kickback. So I have built a community. And I run this program where we have this annual meet. Every year, thousands of people come and attend this program. Incidentally, what I've understood over a period of time is, you help people, they'll help you. Stop selling and start helping. Ready to do? Ready to do that? Ultimately, if you ask me, I think I've got to leave 1 minute. Yeah. ഇതെല്ലാം നടക്കണമെങ്കിൽ ഒരു ചേഞ്ച് സംഭവിക്കണം. ഇതൊക്കെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഒരു ചേഞ്ച് സംഭവിക്കും. So first question, do you like change? Yes? No? എങ്കിൽ ഒരു ചോദ്യം, സത്യസന്ധമായിട്ട് മറുപടി വരണം. Are you ready? First question. ഇതിൽ എത്ര പേരുണ്ട്? Be honest, brutally honest yourself. എല്ലാ ദിവസവും ടേബിളിൽ ഭക്ഷണം കഴിക്കാൻ വീട്ടിലിരിക്കുന്ന ഡൈനിങ് ടേബിളിൽ ഒരേ കസേരയിൽ ഇരിക്കുന്നവരൊന്ന് കൈവക്കി. സെയിം കസേരയിൽ. ഓക്കെ. 2, സെയിം പ്ലേറ്റിൽ കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ ഓക്കെ. ഹൗ മെനി ഓഫ് യു റീഡ് ന്യൂസ് പേപ്പർ? ന്യൂസ് പേപ്പറിന് ഒരു പാറ്റേൺ ഉണ്ട്. ഫ്രണ്ടിൽ കഴിഞ്ഞിട്ട് നേരെ സ്പോർട്സ് കോളത്തിൽ പോകും, അല്ല ബാക്ക്. ആ പേജ് കണ്ടില്ലേ നിങ്ങൾക്ക് ടെൻഷൻ ആവും. ഹാവ് യു എക്സ്പീരിയൻസസ് ഇൻ യുവർ ലൈഫ്? ഓക്കെ. ഹൗ മെനി ഓഫ് യു ഹാവ് സെയിം സോപ്പ് ഉപയോഗിക്കുന്നവർ ആരൊക്കെയുണ്ട് വർഷങ്ങളായിട്ട്? സെയിം പേസ്റ്റ് ഉപയോഗിക്കുന്ന ആരൊക്കെയുണ്ട്? എത്ര പേരുണ്ട് ഫാമിലി ആയിട്ട് റെഗുലർ ആയിട്ട് പോകുന്ന ആ റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് അവര് ഒരു വലിയ പുസ്തകം പോലെ മെനു കാർഡ് എടുത്തിട്ട് ഇത് മുഴുവൻ പഠിച്ചിട്ട് പഴയ സാധനം തന്നെ ഓർഡർ ചെയ്ത് ആരൊക്കെ ഉണ്ടെന്ന് കൈവക്കി? ചേഞ്ച് ഇഷ്ടമാണ്. ആക്ച്വലി വി ഹേറ്റ് ചേഞ്ച്. വീട്ടിലെ ക്ലോക്ക്
2 ദിവസമായിട്ട് ബാറ്ററി തീർന്ന് ചത്ത് കിടക്കുക. അത് നമ്മളവിടെ കിടക്കും. കുറേ ദിവസം കഴിഞ്ഞിട്ടേ മാറ്റുള്ളൂ. വി ഡോണ്ട് ലൈക്ക് ചേഞ്ച് ചെയ്യുക. ആക്ച്വലി യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ചേഞ്ച് ഇസ് സിമ്പിൾ. എന്താ ഞാൻ പറഞ്ഞത്? ബട്ട് സിമ്പിൾ തിങ്സ് ആർ നോട്ട്. അതാണ് നമ്മുടെ പ്രശ്നം. എന്താ ഞാൻ പറഞ്ഞത്? ചേഞ്ച് ഇസ് സിമ്പിൾ ബട്ട് സിമ്പിൾ തിങ്സ് ആർ നോട്ട്. ഐ പ്രൂവ് ഇറ്റ് യു. കല്യാണം കഴിഞ്ഞ പുരുഷന്മാർ മാത്രം ഒന്ന് കൈവോക്കി. ചിലർ വിഷമത്തോടെയൊക്കെ കൈ. ഓക്കെ, ഈ കൈ പൊക്കിയവരോട് സ്മോൾ ആക്ടിവിറ്റി. റെഡി ഫോർ ദാറ്റ്? ഇന്ന് വൈകിട്ട് വീട്ടിൽ ചെല്ലുന്നു, കോളിംഗ് ബെൽ അടിക്കുന്നു, ഭാര്യ വാതിൽ തുറക്കുന്നു, ഭാര്യ നോക്കി ഒറ്റ ഡയലോഗ്, ഐ ലവ് യു. ആ ചേട്ടൻ അവിടെ ഇരുന്ന് മുഖം നോക്കി പ്രേതത്തെ കണ്ട പോലെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ അയൽപക്കത്തെ ചേട്ടന്റെ ഭാര്യയോട് നോക്കി ഐ ലവ് യു എന്ന് പറയാൻ പറഞ്ഞില്ലല്ലോ. ആരോടാ പറയാൻ പറഞ്ഞേ? നിങ്ങൾ സ്വന്തം. പക്ഷെ നിങ്ങൾ ചിന്തിക്കും എന്താ കാര്യം എന്ന് ഞാൻ പറയാം. നിങ്ങളത് പറഞ്ഞാൽ നിങ്ങളിരുന്ന് ആലോചിക്കും ഭാര്യ എങ്ങനെ റിയാക്ട് ചെയ്യും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ആള് മാറിപ്പോയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടെണ്ണം അടിച്ചിട്ടാണോ വന്നേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം ഭാര്യയോട് ഐ ലവ് യു പറയണമെങ്കിൽ പോലും നിങ്ങൾ എത്രമാത്രം ആലോചിക്കുന്നു ആലോചിച്ച് നോക്കിയേ. സോ ആക്ച്വലി ചേഞ്ച് നടക്കണമെങ്കിൽ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ചേഞ്ച് ഇസ് സിമ്പിൾ ബട്ട് യു ഹാവ് ടു മേക്ക് സിമ്പിൾ തിങ്സ് ഈസി. അതിന് തുടക്കം കുറിക്കുക. ഇന്ന് അതിന് തുടക്കം കുറിക്കണം. അതിന് മുന്നോട്ട് പോവാൻ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ഞാൻ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സോ ടുഡേ ഈ ചേഞ്ച് ഒക്കെ നടക്കണമെങ്കിൽ, നിങ്ങൾ ബിസിനസ് നടക്കണമെങ്കിൽ യു ഹാവ് ടു റീഇൻവെന്റ് യുവർ സെൽഫ്. എന്താണ് ഈ റീഇൻവെൻഷൻ? ആപ്പിൾ ഐഫോൺ 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 Pro. എന്താ ചെയ്യുന്നത്? സെയിം പ്രോഡക്റ്റ് എടുത്ത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുക, അല്ലേ? അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. സോ വെൻ വാസ് ദ ലാസ്റ്റ് ടൈം യു അപ്ഗ്രേഡഡ് യുവർ സോഫ്റ്റ്വെയർ? ആസ്ക് യുവർ സെൽഫ്. കണ്ടിന്യൂസ് ലേണിംഗ്. വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഈ പ്രായം ഒന്നുമല്ലോ ഉണ്ടോ പഠിക്കാനായിട്ട്? ഐ ഷോ എ പിക്ചർ, വെരി യുണീക് പിക്ചർ ഫോർ മീ. എൻ്റെ ഒരു ഈഗിൾ ബാച്ചിൽ വന്നാണ്, 68ാമത്തെ ബാച്ചിൽ. 16 വയസ്സുള്ള അയ്യപ്പൻ നായരും 72 വയസ്സുള്ള ജോൺ ചേട്ടൻ, മഞ്ജു മാർബിൾ, കോട്ടയം. രണ്ടുപേരും ഒരേ ബാച്ചാണ്. See, there is no age for learning. Please understand that. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഇനി നടക്കണമെങ്കിൽ ഒറ്റ കാര്യം കൂടി ചെയ്താൽ മതി. അത് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സോ ഐ വോണ്ട് വോളിയം ഒന്ന് നോക്കണേ. ഓക്കെ, ഹിയർ വി ഗോ. My God, did you see that? ഒരു പട്ടിക്കുഞ്ഞു മൂളുന്നു വീഴുന്നു. എല്ലാവരും കരഞ്ഞോണ്ടിരിക്കുമ്പോൾ സൂപ്പർമാനെ പോലെ ഒരുത്തൻ ചാടി കയറി വീണ് എന്നെ രക്ഷപ്പെടുത്തി കൊടുത്തു. എല്ലാവരും കൈയടിച്ചപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നറിയോ? ഫുട്ബോൾ തൊഴിക്കുന്ന പോലെ എന്നെ തൊഴിച്ചു കൊന്നു. അതിനെനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ഈ ഉച്ചയ്ക്ക് 1 മണിക്കൂർ ഉറങ്ങാതെ ഇതെല്ലാം കേട്ട് ഇന്ന് അവസാനം ഇറങ്ങി പോകുമ്പോൾ ഇതെല്ലാം കൂടി തൊഴിച്ചിട്ട് പോകരുത്. എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം. അഗ്രി ചെയ്തോ? സോ താങ്ക് യു വിജു ആൻഡ് BI for this great opportunity. So let me wish good luck to each and everyone for you to reboot your thoughts, refresh, recharge and restart your business. എൻ്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ please get in touch with me. Let me wish good luck to all of you and good luck for this conference as well. And well done, organizers. May God bless you all. Thank you so much. I'd like to thank Mr. Shamim Rafiq for an informative and hilarious talk. In fact, me and Viju were having a small discussion before Shamim came on stage. He said that no, a speaker should be energetic. I think he's been extremely energetic. Thank you very much. I'd like to welcome the president to give him a token of appreciation, a memento as a token of appreciation. Thank you.